Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 21st July 2022. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. കുറച്ച് നേരമായി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, ഞാനും വെയിറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇന്നാണ് ഞാൻ കണ്ടുപിടിച്ചത് നമ്മുടെ പ്രശ്നം നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂ അല്ല കേട്ടോ, എൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂ അല്ല. നമ്മുടെ യൂട്യൂബ് നമുക്ക് 2 ദിവസമായിട്ട് പണി ചെയ്യുന്നുണ്ടിരിക്കുക. യൂട്യൂബിന് എന്തോ പ്രശ്നമുണ്ട് 2 ദിവസമായിട്ട്. ഇതുപോലൊരു പ്രശ്നം കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നായിരുന്നു, യൂട്യൂബിൽ എന്തോ ചെറിയ പ്രശ്നം. അപ്പോൾ അതുപോലെ ഇപ്പോൾ യൂട്യൂബിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടെക്നിക്കൽ ടീമിനെയൊക്കെ വിളിച്ച് സെറ്റാക്കിയത്, അതുകൊണ്ട് നേരത്തെ ഇന്ന് സെറ്റാക്കി വെച്ചു. വിളിക്കേണ്ട സമയം വരുമല്ലോ എന്നോർത്ത്. എന്തായാലും എനിവേസ് നമ്മൾ 6 minutes ലേറ്റ് ആണ്. എന്നാലും അതിലും ഐ എം സോ സോറി ആൻഡ് സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് കോസ്റ്റ്. ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം ഉഷാറായിട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്: ഇഫ് ഇറ്റ് ഡസ് നോട്ട് ചാലഞ്ച് യു, ഇറ്റ് ഡസൻ ചേഞ്ച് യു. നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, ഓരോ ഡിസിഷൻസ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ അപ്ലൈ ചെയ്യുന്ന ഓരോ എക്സാംസ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു വെക്കുന്ന ഓരോ പ്രവൃത്തിയും, ഇഫ് ഇറ്റ് ഇസ് നോട്ട് ചലഞ്ചിങ് യു, നിങ്ങളെ ചലഞ്ച് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് പുതിയ മെത്തേഡ്സ് ട്രൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ, ഇറ്റ് ഡസൻ ചേഞ്ച് യു. അത് നിങ്ങൾ മാറ്റുന്നില്ല. മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താ ലൈഫിൽ? ദാറ്റ് ഇസ് ചേഞ്ച്. ലൈഫിൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ദർ ഇസ് സംതിങ് മിസ്സിങ് ഇൻ യുവർ ലൈഫ്. ലൈഫിൽ ചേഞ്ച് ഇല്ലെങ്കിൽ ദർ ഇസ് സംതിങ് ഇൻ എ വേ ഇറ്റ് ഇസ് മിസ്സിങ്. ലൈഫിലൊരു സംതിങ് ഇസ് മിസ്സിങ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് നമ്മുടെ ലൈഫിൽ മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. സോ മനുഷ്യരെന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാനുള്ളവരാണ് അല്ലേ? മാറ്റമില്ലെങ്കിൽ മനുഷ്യനെ കൊണ്ടൊരു ഗുണമില്ല. സോ മാറണം നമ്മൾ. അപ്പോൾ മാറ്റം കൊണ്ടുവരുന്നില്ല, നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ ഒരു കാര്യം നമ്മളെ ചലഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളൊരു മാറ്റമില്ല, അത് ഒരേ രീതിയിൽ പൊക്കോണ്ടിരിക്കുക, വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാം ഒരേപോലെ ഇരിക്കുന്നത്, ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫിലോട്ട് പോകും. ഭയങ്കര ബോറിംഗ് ആയിട്ട്. അങ്ങനെ ആ ബോറിംഗ് ആയിട്ട് നമ്മൾ പോകാൻ പാടില്ല. ഇഫ് യു സ്റ്റാർട്ട് സംതിങ്, ഇറ്റ് മസ്റ്റ് ചലഞ്ച് യു ആൻഡ് ഇറ്റ് മസ്റ്റ് ചേഞ്ച് യു. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ചലഞ്ചസ് വരുവാണ് ലൈഫിലെങ്കിൽ ഓർക്കുക, ദാറ്റ്സ് ഫോർ ഗുഡ്. അതുകൊണ്ട് നമ്മൾ പുതിയ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കും, നമ്മൾ തന്നെ അപ്ഡേറ്റഡ് ആവും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് ഇന്നത്തെ തോട്ട് ഫോർ യു. അപ്പം ഇന്ന് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. സോ തിങ്ക് ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേ. ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാ ക്ലാസ്സുകൾക്കും, എല്ലാ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ ദേവസ്വം ബോർഡ് സ്റ്റുഡൻസിനൊക്കെ എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. September 18th ആണ്. ഇനിയുള്ള 2 മാസം അല്ല, ഇനി നമുക്ക് കൃത്യം 2 മാസമുള്ള ആ 2 മാസം കൃത്യമായിട്ട് എഡിറ്റോറിയൽ സെഷനൊക്കെ കാണുക, വൊക്കാബുലറി ഒക്കെ നോട്ട് ചെയ്യുക. ഇനിയുള്ള പ്രിപ്പറേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് ടെസ്റ്റുകളൊക്കെ ആയിട്ട് നമ്മൾ ഇനി സെഷൻസൊക്കെ ആയിട്ട് വരും. അതുപോലെ നമുക്ക് എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ കിട്ടും. Adda247 മലയാളം ചാനലിൽ നമ്മുടെ IBPS RRBയുടെ ഡേറ്റ് അല്ലേ ഇതാ വരുന്നു. അപ്പം എക്സാം ഡേറ്റ് ഓൾറെഡി ഡിക്ലെയർ ആണ്. നമുക്ക് എക്സാം ഡേറ്റ് ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, SSCയുടെ ക്ലാസ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ESICയുടെ ക്ലാസ്, ഇൻഷുറൻസിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, അതുപോലെ കേരള PSCയുടെ ക്ലാസ്സുകൾ, സുപ്രീം കോർട്ട് അസിസ്റ്റൻ്റ് ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും നമ്മുടെ Adda247 മലയാളം ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ആപ്പ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സൈൻ ഇൻ ചെയ്യുക. എന്നിട്ട് ക്വിസസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി ക്വിസസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇറ്റ് മസ്റ്റ് ചേഞ്ച് യു ആൻഡ് യു മസ്റ്റ് മൂവ് ഫോർവേഡ്. അപ്പോൾ മറക്കണ്ട കേട്ടോ, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിനെ പറ്റി ഒന്ന് പറയട്ടെ. 2 ടെലിഗ്രാം ചാനലുണ്ട്. KPSC ഷോർട്ട് സെലക്ഷൻ, പഴയ ടെലിഗ്രാം ചാനൽ നമുക്കിപ്പോൾ കുറേ നാളായി. അതുകൂടാതെ നമുക്ക് Adda247 കേരള സെൻട്രൽ എക്സാംസ് പറഞ്ഞ് സെൻട്രൽ എക്സാംസിൻ്റെ ഒരു ടെലിഗ്രാം ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. രണ്ടിലും ജോയിൻ ചെയ്യാത്തവർ രണ്ടിലും ജോയിൻ ചെയ്യാം. എന്നിട്ട് നമ്മുടെ പാർട്ടാവുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പുതിയ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കൂടെ കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് മൂവിങ് ഫോർവേഡ് ഇന്നത്തെ സെഷൻ. അപ്പോൾ ഇന്നലെ എനിക്ക് എഡിറ്റോറിയൽ സെഷൻ ചെയ്യാൻ പറ്റിയ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഭയങ്കര സങ്കടം. ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് PDF ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് എനിക്ക് പറ്റിയില്ല. ബട്ട് ഐ സെൻഡ് ഇറ്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു, പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇന്നലെ രാത്രിയിലത്തെ നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെ ക്രേസി റൈറ്റിങ്ങിൻ്റെ PDF ഞാൻ ഇന്ന് തരാം കേട്ടോ. രാത്രി ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ക്വിസ് പോലും നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ ഭയങ്കര ബിസി ആയിരുന്നു. ഇന്നലെ പിന്നെ ഞാൻ വീട്ടിലില്ലായിരുന്നു. ഇന്ന് രാവിലെ എത്തിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് 21-ാം തീയതി 2 ആർട്ടിക്കിൾസിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനു മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ ഏതൊരു എക്സാം എഴുതാൻ പോകുമ്പോഴും ഇപ്പോഴത്തെ എക്സാം പാറ്റേൺ മാറിയതനുസരിച്ച്, PSCക്ക് പോലും എക്സാം പാറ്റേൺ മാറിയതനുസരിച്ച് നിങ്ങൾ കണ്ടു കാണും, കോംപ്രിഹെൻഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിലൊരു പാസേജ് വായിച്ച് റീഡ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അവസ്ഥ. ദേവസ്വം ബോർഡിന് പോലും ഇത്തവണത്തെ പുതിയ അപ്ഡേറ്റഡ് സിലബസ് ഉണ്ടല്ലോ, ഏറ്റവും അപ്ഡേറ്റഡ് സിലബസിൽ വന്നിരിക്കുന്ന പാസേജ് ഉണ്ടാവും എന്നാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, റീഡിംഗ് പാസേജ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് സംതിങ് ബിഗ്. ഒരു ചെറിയ പാസേജ് ആണെങ്കിൽ പോലും അത് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാണ്. സോ റീഡിംഗ് കോംപ്രിഹെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ഈ സെഷനിലൂടെ കിട്ടും. ആൻഡ് യുവർ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് കൂടും. നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ്, സുപ്രീം കോർട്ട് അസിസ്റ്റന്റ് നോക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കറിയാം റൈറ്റിംഗ് സ്കിൽസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഒന്നും വെറുതെ ഇങ്ങനെ കിടക്കുമല്ലേ, അത് നമുക്ക് വേണം. അതുകൂടാതെ നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് അടിപൊളിയായിട്ട് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും.
ബേസിക്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തോളും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കും. കൂടാതെ വൊക്കാബുലറി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തോളും. എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സെഷനാണ്. അതിപ്പോൾ UPSC എക്സാം മുതൽ കേരള PSC, SSC, ESIC, ബാങ്കിങ്, സുപ്രീം കോടതി അസിസ്റ്റന്റ് എക്സാം, ദേവസ്വം ബോർഡിൻ്റെ എക്സാം, എല്ലാ എക്സാമും നിങ്ങൾക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സെഷനാണിത്. ആൻഡ് യുവർ ജനറൽ അവയർനെസ് കൂട്ടാൻ ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആകും. ഓക്കെ, എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. നമുക്ക് തുടങ്ങാം നമ്മുടെ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇന്ന് 2 ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ശ്രീലങ്കയിൽ അത്യാവശ്യം സ്റ്റെബിലിറ്റി വരുന്നതിൻ്റെ ഒരു ഹിൻറ്റ് കാണുന്നുണ്ട്. ചെറുതായിട്ടൊരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സജഷൻ കിട്ടിയിട്ടുണ്ട്. തുടങ്ങി, കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് കുഴപ്പമില്ലാതെ ശ്രീലങ്ക ബാക്ക് ടു നോട്ട് നോർമൽ, ഐ വുഡ് നോട്ട് സേ നോർമൽ, ഏറെക്കുറെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ് സംഭവം ഒന്ന് സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കൊരു ഹിൻറ്റ് കിട്ടുന്നു. ആൻഡ് അബൌട്ട് ദാറ്റ്, അതിൽ ഇന്ത്യയുടെ പങ്കാളിത്തം എന്താണ്, what are the things that India contributed to Sri Lanka and Sri Lankan people എന്നുള്ളത് ഇന്ന് നിങ്ങൾ ആ ആർട്ടിക്കിൾ കാണും. സിമ്പിൾ റീഡാണ്, 2 ആർട്ടിക്കിളും വളരെ സിമ്പിളാണ്. ആൻഡ് അല്ലാത്ത വേറൊരു ആർട്ടിക്കിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്രൂഷ്യൽ ആർട്ടിക്കിൾ. ഒന്ന്, മെറ്റേണൽ ഹെൽത്തിനെ പറ്റിയാണ്. ഇന്ത്യയിലെ മെറ്റേണൽ ഹെൽത്തിനെ പറ്റിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് മീൻസ് മദേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്, ഡെവലപ്മെൻറ്റിന് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻസിനെ പറ്റിയ ഒരു ആർട്ടിക്കിളാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹെൽത്ത്, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ആർട്ടിക്കിൾ. ആൻഡ് ദാറ്റ് ഇസ് ദി സിഗ്നിഫിക്കൻ്റ് ആർട്ടിക്കിൾ. സോഷ്യോ എക്കണോമിക് എല്ലാ കാര്യത്തിലും, പൊളിറ്റിക്കൽ എല്ലാ സിഗ്നിഫിക്കൻസും ഒരു ആർട്ടിക്കിളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രീലങ്കയെ പറ്റിയുള്ള ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചു നോക്കുക. 2 ആർട്ടിക്കിൾ സിമ്പിൾ റീഡാണ്, പെട്ടെന്ന് വായിച്ചു വിടാം. കുറച്ച് വൊക്കാബുലറി ഒക്കെ ഉള്ളൂ, പക്ഷേ വായിച്ചു വിടണം 2 ആർട്ടിക്കിളും കേട്ടോ. എന്നാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കണ്ടല്ലോ, പോയേക്കാം നമ്മുടെ ഫ്രേസൽ വെർബ്സ്, ഇഡിയംസ്, 1 വേർഡ്സിലോട്ട്. ആദ്യത്തെ ഇഡിയം തന്നെ പിടിച്ചോ, കാസ്റ്റ് എ ഷാഡോ. അല്ലേ, നിഴല് വീഴ്ത്ത. അല്ലേ, നിഴല് വീഴ്ത്ത എന്നാണ് കാസ്റ്റ് എ ഷാഡോ എന്ന് പറയാം. സോ നിഴല് വീഴ്ത്ത ഇന്ന് മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, അതിൻ്റെ മേലെ ഒരു നിഴല് വീണു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ പോസിറ്റീവ് സൈൻ. ഒരു പോസിറ്റീവ് സൈൻ അല്ല, അത് നെഗറ്റീവ് സൈൻ ആണ്. കാസ്റ്റ് എ ഷാഡോ എന്ന് പറയുമ്പോൾ മേക്ക് സിറ്റുവേഷൻ സീം ലെസ് ഹോപ്പ്ഫുൾ. നമ്മൾ ആ സിറ്റുവേഷൻ നോക്കുമ്പോൾ, ആ സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കാണുന്ന ഒരു കുറച്ചുകൂടെ ഇനിയിപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന്, ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥ. ദാറ്റ് ഈസ് കാസ്റ്റ് ഷാഡോ എന്ന ഇഡിയത്തിൻ്റെ മീനിങ് കേട്ടോ. കാസ്റ്റ് ഷാഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്ക് സിറ്റുവേഷൻ സീം ലെസ് ഹോപ്പ്ഫുൾ. ഒട്ടും ഹോപ്പ്ഫുൾ അല്ല എന്ന് തോന്നുന്നു, പോസിറ്റീവ് അല്ല എന്ന് നമുക്ക് തോന്നുന്നു പോലെ. രശ്മി, സുപ്രീം കോടതിൻ്റെ എക്സാം നമുക്ക് ഡേറ്റ് ഡിക്ലെയർ ആയിട്ടില്ല. 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസത്തിനുള്ളിൽ എന്ന് പ്രതീക്ഷിച്ചു കേട്ടോ. ഓക്കെ, യെസ്. അതെ, ശ്രീദേവി, അത് തന്നെ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പീപ്പിൾ, ഗുഡ് മോർണിംഗ്. സന്തോഷമായിട്ടിരിക്കുന്നല്ലോ, സുഖമല്ലേ? മഴയൊക്കെ കുറഞ്ഞല്ലേ എല്ലായിടത്തും? ഇപ്പോൾ വെയിലൊക്കെ അല്ലേ, രാവിലെ ഒക്കെ നല്ല തെളിച്ചമാണ്, ഇന്നലെയൊക്കെ തെളിച്ചമായിരുന്നു. പക്ഷേ വൈകുന്നേരം നല്ലൊരു അടിപൊളി മഴ പെയ്തു. അപ്പോൾ അവിടെയൊക്കെ മഴ കുറഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ്. സുഖം ആയിട്ടിരിക്കുന്നു അല്ലേ എല്ലാവരും? സുഖം, സന്തോഷം, ഹെൽത്തി ആയിട്ടിരിക്കുന്നല്ലോ. അടുത്ത വേർഡ് നോക്കിയേ, 1 വേർഡ് നോക്കിയേ പിള്ളേരെ. ഹെട്രോജെനിറ്റി. സ്പെല്ലിംഗ് നോക്കണേ. ഹെട്രോജെനിറ്റി, ഹെട്രോജനസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഹെട്രോജെനിറ്റി. ഹെട്രോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഡിഫറെൻറ്റ്, ഡൈവേഴ്സ് എന്നൊക്കെയാണ്. സോ ഹെട്രോജെനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഓഫ് ബീങ് ഡൈവേഴ്സ് ഇൻ ക്യാരക്ടർ. നമ്മുടെ ഒരു ക്യാരക്ടർ, സ്പെഷ്യൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ ബേസിസിൽ നമ്മൾ ഡൈവേഴ്സ് ആയിട്ടിരിക്കുന്നത്, ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നതിന് തന്നെ ഹെട്രോജെനിറ്റി എന്ന് പറയാം. സോ ഹെട്രോജെനിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ബീങ് ഡൈവേഴ്സ് ഇൻ ക്യാരക്ടർ കേട്ടോ, ഹെട്രോജെനിറ്റി. അടുത്ത വാക്ക് നിങ്ങൾ കേട്ട് പരിചയമുള്ള വാക്ക് തന്നെയായിരിക്കും, റീച്ച് ഔട്ട് ടു സംബഡി. റീച്ച് ഔട്ട് ടു സംബഡി. നമ്മൾ ആരോടെങ്കിലും റീച്ച് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരാളോട് റീച്ച് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയാണ്. യു ആർ റീച്ചിങ് ഔട്ട് ടു സംബഡി എന്ന് പറഞ്ഞാൽ, റീച്ചിങ് ഔട്ട് ടു സംവൺ അല്ലെങ്കിൽ സംബഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ ഓഫറിങ് ഹെൽപ്പ് ഓർ സപ്പോർട്ട് ടു സംബഡി. ഒരാൾക്ക് ഹെൽപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ ഓഫർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് എന്താണ് ഹെൽപ്പ് കൊടുക്കുന്നു ഓർ സപ്പോർട്ട് കൊടുക്കുന്നു, അതിനാണ് റീച്ച് ഔട്ട് ടു സംബഡി പറയാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥമുണ്ട്. റീച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ റീച്ച് ഔട്ട്. ഐ റീച്ച് ഔട്ട് ഫോർ ഇന്നത്, ഐ റീച്ച്ഡ് ഔട്ട് ഫോർ ദാറ്റ്. ഞാൻ ശ്രമിച്ചു, അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അല്ലേ? ഐ റീച്ച് ഔട്ട് ടു ഹിം, ഐ റീച്ച് ഔട്ട് ഹിം ഫോർ ഹിം. ഞാൻ അവനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അല്ലേ? ബി ഇൻ കോൺടാക്ട് വിത്ത് സമ്മൺ എന്നുള്ള അർത്ഥവും റീച്ച് ഔട്ടിനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഓർത്ത് വെച്ചോളാം. അത് നമ്മൾ ഇന്നാൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് സ്പെൽ ഔട്ട് ഒന്ന് നമ്മൾ പറയല്ലേ, സ്പെൽ ചെക്ക് കേട്ടിട്ടുണ്ടല്ലേ? സ്പെൽ ഔട്ട് എന്ന് പറയുമ്പോൾ സ്പെൽ ചെക്ക് എന്താ? ഒരു വേർഡിലെ സ്പെല്ലിങ്ങൾ നമ്മൾ എന്തായും കൃത്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതിനെയാണ് സ്പെൽ ചെയ്യാൻ പറയാം അല്ലേ? സ്പെൽ യു നെയിം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? സ്പെൽ ചെയ്യാൻ പറഞ്ഞാൽ അത് നമ്മൾ സ്പെൽ ചെയ്യും, അത് ഇന്ന വേർഡ് സ്പെൽ ചെയ്യാണ്. SPELL സ്പെൽ ചെയ്തു, അതാണ് സ്പെല്ല്. അപ്പോൾ സ്പെൽ ഔട്ട് ഈസ് എ ഫ്രേസൽ വേർബ്, ഒരു ഫ്രേസൽ വേർബാണ്. സ്പെൽ ഔട്ട് ചെയ്യാൻ മീൻസ് മേക്ക് എക്സ്പ്ലിസിറ്റ് ആക്കുക, ക്ലിയർ ആക്കുക.
അല്ലെങ്കിൽ ക്ലാരിഫൈ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്തേ, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ, എക്സ്പ്ലെയിൻ ഇൻ ക്ലിയർലി എക്സ്പ്ലെയിൻ എന്നൊക്കെ പറയില്ലേ, എക്സ്പ്ലെയിൻ ക്ലിയർലി ഓർ ക്ലാരിഫൈ ഇൻ ഡീറ്റെയിൽ, മേക്ക് എക്സ്പ്ലിസിറ്റ് എന്നൊക്കെയാണ് സ്പെൽ ഔട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. സെയിം സാധനം തന്നെ, പല പേരിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഓർത്ത് വെച്ചോളാം. ഓക്കെ, അടുത്തത് ഹയർ ഓർഡർ. എന്താ ഹയർ ഓർഡർ എന്ന് പറഞ്ഞാൽ? ഹയർ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഓർഡറിലുള്ള ആൾക്കാർ ഹൈ ഓർഡർ അങ്ങനെയല്ല. ഈ ഹൈറാർക്കിയെ പറ്റിയൊന്നുമല്ല ഹയർ ഓർഡർ പറയാം. ഹയർ ഓർഡർ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹയർ ഓർഡർ തിങ്കിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഹയർ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലെവൽ ഓഫ് റീസണിങ് ആവശ്യമുള്ള കാര്യം ആവശ്യമുള്ള, നല്ല ലോജിക്ക് ഉപയോഗിക്കേണ്ട എന്നുള്ള അർത്ഥത്തിലാണ്. ഇൻവോൾവിങ് റീസണിങ് ഓഫ് ഹൈ ലെവൽ, നല്ല ലെവലിൽ റീസണിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഹയർ ഓർഡർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നല്ല ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കാവുള്ളൂ. അങ്ങനത്തെ ഒരു കാര്യമാണ് ഹയർ ഓർഡർ തിങ്കിങ് ആവശ്യമുണ്ട്. വി നീഡ് ഹയർ ഓർഡർ തിങ്കിങ് ഓൺ ദിസ് ഇഷ്യൂ. ഈ ഇഷ്യൂവിൻ്റെ മേലിൽ നമുക്ക് ഹയർ ഓർഡർ തിങ്കിങ് വേണം. അതായത് പെട്ടെന്ന് ചാടിക്കറി എടുക്കാൻ പറ്റില്ല, അത് കുറച്ച് ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യമാണ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹയർ ഓർഡർ. ഇൻവോൾവിങ് റീസണിങ് ഓഫ് ഹൈ ലെവലാണ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. അടുത്ത് നോക്കിയേ, സ്പിൽ ഓവർ. എന്താ സ്പിൽ ഓവർ എന്ന വാക്കിൻ്റെ അർത്ഥം? സ്പിൽ ഓവർ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യാം, ഒരു ഭാഗത്തിൽ നിന്ന് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യാന്ന് പറയില്ലേ, അതിന് നമ്മൾ സ്പിൽ ഓവർ എന്നാ പറയാം. അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തോടെ ഉണ്ട്, ഒരു അൺപ്ലസന്റ് സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, വളരെ എന്താ പറയുക, ഭയങ്കര സങ്കടകരമായ ഒരു സിറ്റുവേഷൻ, നമുക്ക് വലിയ സന്തോഷമുള്ള ഒരു സിറ്റുവേഷൻ അല്ല, അത് സ്പിൽ ഓവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട്. രണ്ടുണ്ട്. ഒന്ന് സ്പിൽ ഓവർ ലിറ്ററലി നമ്മൾ പറയില്ലേ, സംതിങ് സ്പിൽ ഓവർ മൈ ബോഡി, അയ്യോ എൻ്റെ മേത്തോട്ട് മൊത്തം സ്പ്രെഡ് ആയില്ലോ, അയ്യോ ഇത് മൊത്തം ചായ മൊത്തം മേത്ത് വീണല്ലോ, അല്ലേ, ടീ സ്പിൽ ഓവർ മൈ ബോഡി, സ്പിൽറ്റ് ഓവർ മൈ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ മൊത്തം എൻ്റെ മേത്ത് വീണു ആൻഡ് അത് മൊത്തം സ്പ്രെഡായി, അതാണ് സ്പിൽ ഓവർ, സ്പ്രെഡായി. രണ്ടാമത്തെ മീനിങ് സ്പിൽ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു അൺപ്ലസന്റ് സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് സിറ്റുവേഷൻ ഇസ് നോട്ട് ഗുഡ്, ഒരു ബാഡ് സിറ്റുവേഷൻ, അത് ഒരു പോയിന്റിലെത്തി, ഇറ്റ് ഈസ് അൺകൺട്രോൾഡ്, ഇനി നമ്മളെ കൊണ്ട് പിടിച്ചാൽ കിട്ടില്ല, ആ അത്ര അവസ്ഥയിലെത്തി. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് കയ്യിൽ പോയി എന്ന് പറയില്ലേ, അതിനെയാണ് സ്പിൽ ഓവർ. കൈവിട്ട് പോവുക, ദാറ്റ് ഇസ് സ്പിൽ ഓവർ. രണ്ടർത്ഥം ഉണ്ട്, ഓർത്ത് വെച്ചോണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എങ്കിലും ഒരിക്കൽ കൂടി പറയാണ് കേട്ടോ എല്ലാവർക്കും. ഓൾറൈറ്റ്, വന്നല്ലോ എല്ലാവരും പയ്യെ വരുന്നുള്ളൂ അല്ലേ. ഗുഡ് മോർണിംഗ് പീപ്പിൾ, ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ. Creation of cloud in the court casts a shadow to win the case. Great. The heavy downpour casted shadow on an important meeting today. Okay, that's great. Everything is spelled out in the election manifesto. Great. The leaders spelled out ഒരു വ്യത്യാസമുണ്ട്. സ്പെൽ ഔട്ടിൻ്റെ പാസ്റ്റ് ടെൻസ് സ്പെൽഡ് അല്ല. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. സ്പെൽ ഔട്ടിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് അറിയാം പിള്ളേരെ? വർക്ക് ചെയ്യുന്നില്ല എൻ്റെ, ഒരു സെക്കൻഡ് പിള്ളേരെ, എൻ്റെ പെൻ ടാബ് ഇസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, സ്പെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? സ്പെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് സ്പെൽറ്റ്. സ്പെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് സ്പെൽറ്റ്, SPELT. V2 V3 സ്പെൽറ്റ് തന്നെ, V3 V2 സ്പെൽറ്റ് തന്നെ കേട്ടോ. സ്പെൽറ്റ്. സ്പിൽറ്റ് പറയില്ലേ, അതുപോലെ. ബിൽറ്റ് ഇല്ലേ, അതുപോലെ. സ്പിൽറ്റ്, സ്പെൽറ്റ്. അപ്പോൾ സ്പെൽറ്റ് ആണ് കറക്റ്റ്, ഓർത്തോ. സ്പെൽറ്റ് ഔട്ട് ഇൻ ദ ഇലക്ഷൻ മാനിഫെസ്റ്റോ. ദ ലീഡേഴ്സ് സ്പെൽറ്റ് ഔട്ട് എവറി പോയിന്റ് ഓഫ് ദ ടോപ്പിക്. ദാറ്റ്സ് ഗ്രേറ്റ്. നന്ദീഷ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. സൂര്യനൊക്കെ ആയിട്ട് എല്ലാവരും വന്നേക്കുന്നത്, ഭയങ്കര സന്തോഷത്തിലാണല്ലോ എല്ലാവരും. എല്ലായിടത്തും ഒന്ന് തെളിഞ്ഞെന്ന് തോന്നുന്നു, മഴയൊക്കെ തെളിഞ്ഞ് ഇതായെന്ന് തോന്നുന്നു, അല്ലെ, മഴയൊക്കെ പോയെന്ന് തോന്നുന്നു. അതിൻ്റെ സന്തോഷം എല്ലാവർക്കും. ദ റീഹാബ് റീച്ച്ഡ് ഔട്ട് ടു മിറ്റിഗേറ്റ് ഹിസ് ഹെറ്ററോജെനിറ്റി. ദാറ്റ്സ് ഗ്രേറ്റ്. ബി അസർട്ടീവ് ആൻഡ് സ്പെൽ ഔട്ട് എക്സാക്ട്ലി ഹൗ യു ഫീൽ. ദാറ്റ്സ് ഗ്രേറ്റ്. എക്സ്പ്ലെയിൻ ക്ലിയർലി, അല്ലേ. അപ്പോയിന്റിംഗ് എ മാനേജർ ഷുഡ് ബി ബേസ്ഡ് ഓൺ ഹയർ ഓർഡർ ക്രൈറ്റീരിയാസ്. അവിടെ പണി പാളിയില്ലേ. പോസിറ്റീവ് സാഹോ മീഡിയ. ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്, ഇവിടെ ശ്രദ്ധിച്ചോണേ, ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് സിംഗുലർ. ക്രൈറ്റീരിയൻ സംഭവം വരത്തനാണേ, സിംഗുലർ. അതിൻ്റെ പ്ലൂറൽ എന്താ? ക്രൈറ്റീരിയ തന്നെയാണ് പ്ലൂറൽ. ഇത് ഏറ്റവും കൂടുതൽ എക്സാമിന് വരുന്ന അജണ്ട, ക്രൈറ്റീരിയ. ജിംനേഷ്യ പ്ലൂറൽ. നിങ്ങൾ ജിമ്മിൽ പോവാണ് അല്ലേ, ഞാൻ കുറേ ജിമ്മുണ്ട്, നമുക്ക് മുതലാളിക്ക് കുറേ ജിമ്മുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഹി ഹാസ് എ ലോട്ട് ഓഫ് ജിംനേഷ്യ, അല്ലെങ്കിൽ ജിംനേഷ്യംസ് എന്ന് നിങ്ങൾ പറയില്ല. സോ ക്രൈറ്റീരിയ, മീഡിയ, അജണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചോളാം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ക്രൈറ്റീരിയാസ് പറയരുത്. ക്രൈറ്റീരിയ. അപ്പോയിന്റിംഗ് എ മാനേജർ ഷുഡ് ബി ബേസ്ഡ് ഓൺ ഹയർ ഓർഡർ ക്രൈറ്റീരിയ. ഓക്കെ, യെസ്. എഡിറ്റോറിയൽ റെക്കോർഡ് കറക്റ്റായിട്ട് ഇടാത്ത എന്താ? ഇന്നലെയും ഇട്ടില്ലല്ലോ. ഇന്നലെ ഇടാത്തതല്ല പ്രിൻസ്, ഇന്നലെ എഡിറ്റോറിയൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. കറക്റ്റായിട്ട് ഇടാത്തതല്ല, ഇന്നലെ എഡിറ്റോറിയൽ ഇല്ലായിരുന്നു. ഇന്നലെ
യൂട്യൂബ് നമുക്ക് ചതിച്ചു. ഇന്ന് തന്നെ ചതിക്കാൻ നോക്കി, പക്ഷെ സമ്മതിച്ചില്ല യൂട്യൂബിനെ. അങ്ങനെ കുറച്ച് പ്രശ്നം ടെക്നിക്കൽ ഇഷ്യൂ വന്നുകൊണ്ടാണ് കേട്ടോ. ഇന്നലെ ഇല്ലായിരുന്നു. ബട്ട് നോട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ദാറ്റ്സ് ഇറ്റ്. India reached out to Sri Lanka owing to their abysmal situation. Vinu, great. Back to energy. Binu, abysmal situation le help you. Very good. Great. The nation spills over the internal disturbances on account of bad political hands. Great. After the collision of two ships, oil spilled over the Pacific Ocean. That's great. Don't pour too much. It might spill over. That is great. Okay. ഗ്രേറ്റ്. ഹരി, ഇന്ന് നമ്മൾ എന്താണ് സുപ്രീം കോർട്ടിൻ്റെ 8 മണി വൈകിട്ടത്തെ ക്ലാസ് ഞാനാണ് കേട്ടോ. നീ എന്നോട് ചോദിച്ചില്ലായിരുന്നു എപ്പോഴാണ് ഇനി മിസ് വൈകിട്ടത്തെ ക്ലാസ് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞേക്കാണ്, ഇന്ന് വൈകിട്ടത്തെ ക്ലാസ് ഞാനാട്ടോ. ഇന്ന് നിന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർത്തത്. അപ്പോൾ അടുത്ത് പിടിച്ച പിള്ളേരെ ബെയിൽ ഔട്ട് കേട്ട് പരിചയമുണ്ടോ? ബെയിൽ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബെയിൽ ഔട്ട് ചെയ്യുക എന്നുള്ള ഫ്രേസൽ വെർബും ഉണ്ട്. ബെയിൽ ഔട്ട് ഇന്ന് കൊടുത്തേക്കുന്ന ബെയിൽ ഔട്ട് ഇസ് നൗൺ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടേ, നമ്മളൊരു വേർഡിനെ ഹൈഫനേറ്റഡ് ആയിട്ട് ഒറ്റയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വൺ വേർഡായി, നൗണായി. മനസ്സിലായോ? രണ്ട് വേർഡുകൾ കൂടുമ്പോൾ തന്നെ ഫ്രേസിനല്ലേ. ഒരു ഫ്രേസിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിനെ നൗൺ ആക്കണമെങ്കിൽ ഒന്ന് ഹൈഫൻ ഇട്ട് കൊടുക്കാൻ മതി, അല്ലെങ്കിൽ അതിനെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നാൽ മതി. ഫോർ എക്സാമ്പിൾ, ബെയിൽ ഔട്ട് കണ്ടോ? ബെയിൽ ഔട്ട്, ഐ എം നോട്ട് ഗോയിങ് ടു ബെയിൽ ഔട്ട് ഓൺ യു എന്നൊക്കെ പറയില്ലേ, ആ ബെയിൽ ഔട്ട്. സോ ഇവിടെ ബെയിൽ ഔട്ട് ഇസ് യൂസ്ഡ് ആസ് നൗൺ. മീനിങ് ഇതാണ്, റെസ്ക്യൂ ഫ്രം ഫിനാൻഷ്യൽ ഡിസ്ട്രസ്. ഇപ്പോൾ നിങ്ങൾ കോമേഴ്സ് ഒക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ, ഇക്കണോമിക്സ് പഠിക്കുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം ബെയിൽ ഔട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അറിയായിരിക്കും. ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിൽക്കുക, നമ്മൾ വല്ലാണ്ട് കഷ്ടപ്പാടില്ല, ഫിനാൻഷ്യൽ ഡിസ്ട്രസ്, അത് ബാങ്ക്രപ്സിയുടെ അറ്റത്തെത്തി എന്നിരിക്കുമ്പോൾ നമ്മൾ ബെയിൽ ഔട്ട് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഗെറ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം സംബഡി. ആരോ നിങ്ങളെ ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ബെയിൽ ഔട്ട് ഇസ് റെസ്ക്യൂ ഫ്രം ഫിനാൻഷ്യൽ ഡിസ്ട്രസ്, ഡിഫിക്കൽറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നൊരു റെസ്ക്യൂ, ഹെൽപ്പ് അല്ലേ, അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തൽ. ദാറ്റ് ഇസ് ബെയിൽ ഔട്ട്. I hope it is clear. അതാണ് ബെയിൽ ഔട്ട്. ആൻഡ് ദ അതർ വൺ ഇസ് റെസ്പോൺസിവ്നെസ്. റെസ്പോൺസിവ്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റെസ്പോൺസ്, ഒരു സ്റ്റിമുലസ് ഉണ്ടായാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് കേട്ട് പരിചയമുണ്ട് സയൻസിലൊക്കെ അല്ലേ. നോർമലി ബ്രെയിനിനെ പറ്റിയുള്ള എല്ലാ കാര്യത്തിലും അറിയുന്നവർക്കറിയാം സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഒരു സ്റ്റിമുലസ് ഉണ്ടായാൽ, ആക്ഷൻ ഉണ്ടായാൽ വി റിയാക്ട് അല്ലേ, അതാണ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. പക്ഷേ റെസ്പോൺസ് എന്ന നൗൺ അല്ല ഇത്, റെസ്പോൺസീവ്നെസ്. റെസ്പോൺസിവ് ഇസ് അഡ്ജക്റ്റീവ്, റെസ്പോൺസിവ്നെസ് ഇസ് നൗൺ. അപ്പോൾ റെസ്പോൺസിവ്നെസ്, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളോട് എപ്പോഴും ഞാൻ പറഞ്ഞു, NESS ഒക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചോണം, അത് നൗണാണ്. അഡ്ജക്റ്റീവിൽ നിന്ന് നൗൺ ആയതാ, അത് NESS എന്ന സഫിക്സ് നോക്കാം. റെസ്പോൺസിവ്നെസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ബീങ് റിയാക്ടിങ് ക്വിക്ക്ലി ആൻഡ് പോസിറ്റീവ്ലി. വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാണ് ആൻഡ് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ആണ്. റെസ്പോൺസിവ്നെസ് ഇസ് എ ഗുഡ് തിങ്. കാരണം വെച്ചാൽ ഒരു ഗവൺമെൻറ് പെട്ടെന്ന് ഒരു ഇഷ്യൂ നമ്മുടെ നാട്ടിലുണ്ടായാൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം? പെട്ടെന്ന് റിയാക്ട് ചെയ്യണം ആൻഡ് ഇൻ എ പോസിറ്റീവ് വേ. അപ്പോൾ ഗവൺമെൻറ്റിന് ലാക്ക് ചെയ്യുന്നത് എന്താണ്? റെസ്പോൺസിവ്നെസ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഗവൺമെൻറ് ലാക്ക് ചെയ്യുന്ന റെസ്പോൺസ് അല്ല നമുക്ക് വേണ്ടത്. വി ഡോണ്ട് വാണ്ട് എ റെസ്പോൺസ് ഫ്രം ദ ഗവൺമെൻറ്, വി നീഡ് എ റെസ്പോൺസിവ്നെസ് അല്ലെ. വി ഡോണ്ട് നീഡ് റെസ്പോൺസ് അല്ലേ, വി നീഡ് റെസ്പോൺസിവ്നെസ് ഫ്രം. റെസ്പോൺസിവ്നെസ് എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് ആണ്, റെസ്പോൺസിവ്നെസ് എന്ന് പറയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ റെസ്പോൺസിനെ നമുക്ക് കൗണ്ടബിൾ ആണ്, അൺകൗണ്ടബിൾ ആണ്. റെസ്പോൺസിവ്നെസ് അൺകൗണ്ടബിൾ ആണ്, abstract noun ആണ്. Responsiveness, we need responsiveness from government, quality of reacting quickly and positively. Clear, I guess? Okay, so let me see. During flood, Kerala was reached out by UAE. That's great. Kerala was supported, like great. After the controversial speech, the mob spilt കേട്ടോ. പക്ഷേ സ്പിൽഡും കറക്റ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം, പക്ഷേ സ്പിൽറ്റ് ഉപയോഗിച്ചു, അതായിരിക്കും ബെറ്റർ. സ്പിൽറ്റ് ഓവർ, സ്പ്രെഡ് അല്ലേ. ഗ്രേറ്റ്. ഇന്ത്യൻ ഗവൺമെന്റ് ഇഷ്യൂഡ് ന്യൂ ഗൈഡ് ലൈൻസ് ഫോർ ബെയിൽ ഔട്ട് പ്രൊസീജിയേഴ്സ്. ഗ്രേറ്റ്. യെസ്. ദ ലീഡർ കാസ്റ്റ് എ ഷാഡോ വിത്ത് എ പ്ലാൻ ഇൻ ദ കോർട്ട്. ഗ്രേറ്റ്. ഓക്കെ. യെസ്. ദ സ്റ്റേറ്റ് മസ്റ്റ് റീച്ച് ഔട്ട് ടു ദ ട്രൈബൽ people so that they do not depend Maoists for their financial needs. Yes. ഇന്നലത്തെ ആയിരുന്നല്ലേ, ഇന്നലെ കണ്ടായിരുന്നല്ലോ. ഇന്നലെ നിങ്ങൾ വായിച്ചപ്പോൾ, എഡിറ്റോറിയൽ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഗവൺമെൻറ് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ട്രൈബൽ കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മാവോയിസ്റ്റ് അങ്ങനെയുള്ള നക്സലറ്റ്, മാവോയിസ്റ്റ് അങ്ങനെയുള്ള ഇൻസർജൻസ് എന്ത് ചെയ്യും? അവരെ അപ്രോച്ച് ചെയ്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വയലൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിന് പകരമായിട്ട് ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യാം ട്രൈബൽ പീപ്പിളിനെ. ഇതൊന്നൊന്നുമല്ല, ഇത് മുമ്പേ ഇതുപോലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഐ ഹോപ്പ് ഒരു 8 മാസമായി കാണും നമ്മളിത് വായിച്ചിട്ടുണ്ട് ഒരു തവണ. ഇതുപോലത്തെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതേ ആർട്ടിക്കിളിൻ്റെ ഒരു റിവൈസ്ഡ് വേർഷനാണ് ഇന്നലെ നിങ്ങൾ കണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ട്രൈബൽ പീപ്പിൾ, സാധാരണക്കാരായ ആൾക്കാർക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? മറ്റേ നക്സലിറ്റ്സ് അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ പോലുള്ള ഇൻസർജൻറ്റ് കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യും? അവരെ മുതലെടുക്കും. അതാണ്
ഇന്നലത്തെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞു, ആദ്യമേ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച് എന്നെ ഓർമ്മിപ്പിച്ചതിന്. ദ ബാങ്ക് ഹെൽപ്പ് ടു ബെയിൽ ഔട്ട്, അവിടെ ബെയിൽ ഔട്ട് ഉണ്ടാകുമ്പോഴല്ലോ നന്ദന ഗ്യാപ്പ് വേണം. ദ ബാങ്ക് ഹെൽപ്പ് ടു ബെയിൽ ഗ്യാപ്പ് ഔട്ട് കേട്ടോ, സ്പേസ് വേണം. ബെയിൽ ഔട്ട് ദ സ്ട്രഗ്ലിംഗ് കമ്പനി. ഗ്രേറ്റ്. യെസ്. Okay, great. Good morning, Red Prince. Good morning. Be a responsible person. That's great. Okay. He was bailed out after her promise to take care of his health. He was bailed out after her promise. Okay, great. Sri Lanka may not meet a bailout nearby. All right. Okay, great. Her actions casted a... ചിപ്പി, കാസ്റ്റിന്റെ പാസ്റ്റൻസ് എന്താണെന്നറിയോ? കാസ്റ്റിന്റെ പാസ്റ്റൻസ് എന്താണെന്നറിയോ? കാസ്റ്റ് കേട്ടോ. കാസ്റ്റിന്റെ V1 V2 V3 കാസ്റ്റ് തന്നെയാണ്. ഞാനിത് ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റ് വെച്ചുള്ള എല്ലാ വാക്കുകളും, കാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ്, ടെലികാസ്റ്റ്, കുറേ കാസ്റ്റ് ഉണ്ടല്ലോ, ആ കാസ്റ്റുകളൊക്കെ മനസ്സിലായോ? കാസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ V1 V2 V3 ഒക്കെ ഒന്നാണ്. മാറിപ്പോരുത്. നമുക്ക് എപ്പോഴും മാറിപ്പോകുന്ന കാര്യമാണ് V1 V2 V3 എന്നുള്ളത്. കാസ്റ്റ് V1 V2 V3 കാസ്റ്റ് തന്നെ കേട്ടോ, മാറണ്ട. അതുകൊണ്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, ടെലികാസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലേ, അതൊക്കെ നിങ്ങൾ ഓർക്കുക. കാസ്റ്റ് തന്നെയാണ്. പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു വാക്കാണ് കേട്ടോ ചിപ്പി, ഓർത്ത് വെച്ചുള്ള. കാസ്റ്റിന് കാസ്റ്റഡ് എന്ന് കൊടുക്കരുത്. ഹെർ ആക്ഷൻസ് കാസ്റ്റ് ഷാഡോ ഓൺ ആർ ന്യൂ ഡിഗ്രി. ഹിസ് റെസ്പോൺസിവ്നെസ് ടുവേർഡ്സ് എവറി ഇഷ്യൂ ഇസ് ലൈക്ക് ബൈ ദ കമ്പനി. ഗ്രേറ്റ്. യെസ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഡ്രീം ക്യാച്ച്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ വേർഡ്സ് ഒക്കെ നോക്കി, ഇന്നത്തെ ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ഒക്കെ നോക്കി, ആൻഡ് വൺ വേർഡ്സ് നോക്കി. ഇന്ന് അത്യാവശ്യം എന്താ പറയുക, നല്ല അത്യാവശ്യം കടുകട്ടിയായിട്ടുള്ള വൺ വേർഡ്സും നമുക്കുണ്ട് അല്ലേ. കടുകട്ടിയല്ല, ഇറ്റ്സ് ഫോർമൽ വേർഡ്സ് ആണ്. കുറച്ച് ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചു. ഇതൊക്കെ ഫോർമൽ വേർഡുകളാട്ടോ. നോക്കിയേ, കാസ്റ്റ് ഷാഡോ അല്ല, ഇഡിയം അല്ല, ഹെട്രോജനിറ്റി, ഹയർ ഓർഡർ, ബെയിൽ ഔട്ട്, റെസ്പോൺസിവ്നെസ് എന്നൊക്കെയുള്ളത്. പിന്നെ സ്പിൽ ഓവർ ഫ്രേസൽ വേർബാണ്, സ്പെൽ ഔട്ട് ഫ്രേസൽ വേർബാണ്, റീച്ച് ഔട്ട് ടു സംബഡി ഫ്രേസൽ വേർബാണ്, കാസ്റ്റ് ഷാഡോ ഇഡിയമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാം ഓർത്തു വെക്കുക, മറന്നു പോകണ്ട. മൂവിങ് ഓൺ ടു നമ്മുടെ മറ്റു വേർഡ്സ് അല്ലേ, നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, അങ്ങനെയുള്ള റിലേറ്റഡ് വേർഡ്സിലോട്ട് നമുക്ക് പോകാം താമസിപ്പിക്കാതെ. സെറ്റാണല്ലോ. ടൈപ്പ് കാസ്റ്റ് ഉണ്ട്. യെസ്, ടൈപ്പ് കാസ്റ്റ് ഉണ്ട്. Yes. Her actions cast a shadow on our New Deal. Yes, nowadays Kerala is facing a lack of responsiveness from Health Department against rabies vaccine. Yes, great. മൂവിങ് ഓൺ. അപ്പം നമുക്കിപ്പോൾ മഹാപാക്കിനും നമ്മുടെ ടെസ്റ്റ് പാക്കുകൾക്കും ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്. അറിയാലോ, ഇന്നലെയും ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്ന് വൈകിട്ട് മുതൽ തുടങ്ങി, 6 മണിക്ക് മുതൽ തുടങ്ങിയത് ഇന്ന് വൈകിട്ട് 12 മണി വരെയാണ് നമ്മുടെ ലാസ്റ്റ് ടൈം. ആരെങ്കിലും മഹാപാക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് മൊമെന്റ് പീപ്പിൾ, ദിസ് ഇസ് ദ റൈറ്റ് മൊമെന്റ്. ഈ സമയം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി ഓഫർ കിട്ടും. അതായത് നമ്മുടെ Adda247 എല്ലാ കോഴ്സിനും നിങ്ങൾക്ക് 1 year വാലിഡിറ്റി കിട്ടും. ഒരു വർഷത്തേക്ക് ആ കോഴ്സിന്റെ നോട്ട്സും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാം, റെക്കോർഡായിട്ടൊക്കെ കാണാം. കോഴ്സ് ഡ്യൂറേഷൻ 2 മാസം 1.5 മാസമാണെങ്കിൽ, അല്ല 5 മാസമൊക്കെ കോഴ്സ് ആണെങ്കിൽ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെയും കാണാം, 1 വർഷം ഡ്യൂറേഷനിൽ കിട്ടും. അപ്പോൾ ഡബിൾ വാലിഡിറ്റി ഓഫർ ഇപ്പോഴുണ്ട്. 15% ഡിസ്കൗണ്ട് മറ്റ് കോഴ്സുകൾക്കും ഉണ്ട്. അപ്പം 15% ഡിസ്കൗണ്ട് നമുക്ക് മഹാപാക്ക് എടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഡബിൾ വാലിഡിറ്റി കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത. സോ റിമെമ്പർ ദാറ്റ്. കോഡ് മറക്കണ്ട, Y314, Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നമ്മുടെ മഹാപാക്കോ ഏത് കോഴ്സുകളും പർച്ചേസ് ചെയ്യാം. ഡബിൾ വാലിഡിറ്റി ഓഫർ മഹാപാക്കിനും ടെസ്റ്റ് സീരീസിനും മാത്രം. ഓക്കെ, ടെസ്റ്റ് പാക്കുകൾക്ക് മാത്രം. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് മൂവിങ് ഓൺ, നമ്മുടെ സുപ്രീം കോർട്ട് അസിസ്റ്റന്റിന്റെ ബാച്ച് അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. കാര്യം എന്താ വെച്ചാൽ സുപ്രീം കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എന്താ പറയുക, അടിപൊളി ജോബാണ്. പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എന്താ പറയുക, പ്രസ്റ്റീജിയസ് ഓർഗനൈസേഷൻ, ദ പ്രസ്റ്റീജിയസ് ഓർഗനൈസേഷൻ ഇൻ ദിസ് കൺട്രി എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടാണ്. അവിടെ വർക്ക് ചെയ്യുക, ന്യൂഡൽഹിയിലൊക്കെ പോയി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് സോ ഗുഡ്. അപ്പോൾ റിമെമ്പർ ദാറ്റ്, അതായിരിക്കണം നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത്. അല്ലാതെ അയ്യോ ഇതിനിപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അല്ലേ, എങ്ങനെ പഠിക്കും എന്നല്ല ചിന്തിക്കേണ്ടത്. അയ്യോ അങ്ങനെയല്ല പഠിക്കണം. അപ്പോൾ ചിന്തിക്കുക, നമ്മൾ പോസിറ്റീവായി ചിന്തിച്ച് നോക്കിയേ, അയ്യോ എനിക്ക് സുപ്രീം കോർട്ടിൽ വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടും. അപ്പോൾ നോക്കിയേ, 2 രീതിയിൽ കാണാമല്ലോ നമുക്ക്. 2 രീതിയിൽ കാണാം. ആൻഡ് ബി ദാറ്റ് പോസിറ്റീവ് പേഴ്സൺ, പോസിറ്റീവ് സൈഡ് കാണുന്ന പേഴ്സൺ ആവുക. അപ്പോൾ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു ജൂലൈ 14 തീയതി. ഡെയിലി 3 ക്ലാസ് ഉണ്ട്, 2-നും 5-നും 8-നും. മറക്കാതെ കോഴ്സ് ജോയിൻ ചെയ്യുക. ഈ ബുക്കും ടെസ്റ്റ് സീരീസും എല്ലാം ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. 3400 രൂപയാണ് കോഴ്സ് ഫീ. കോഡ് അടിച്ചു കൊടുത്താൽ ഈ ഡിസ്കൗണ്ടോട് കിട്ടും. 4000 സംതിങ് ആണ്. നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് 700 രൂപ ഡിസ്കൗണ്ട് കിട്ടുവാണ് വിത്ത് കോഡ് Y314, Y314 എന്ന കോഡ് ഉപയോഗിച്ച് കൊടുക്കാം. ഞാൻ എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോഴും വളരെ സന്തോഷത്തോടെ പറയാണ്, അപ്ലൈ ചെയ്യുക, പഠിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് കൂടുതൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾ ഉറപ്പായിട്ട് ബ്ലിസ്റ്റിക് കയറാം. ഇത്തവണ ജോലി കിട്ടി സുഖമായിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആകുമ്പോൾ അടിപൊളിയാവും. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഞാൻ കുറ്റം പറയല്ല, ബട്ട് സെൻട്രൽ ഗവൺമെന്റ് എക്സാം ഇസ് ലിറ്റിൽ മോർ പ്രോമിസിങ്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും.
ജോലി കിട്ടിയാൽ ഹയർ ലെവലിലോട്ട് നിങ്ങൾക്ക് എത്താൻ വളരെ ചാൻസ് കൂടുതലാണ് ആൻഡ് ബെറ്റർ പേ, നല്ല ലൈഫ് സ്റ്റാൻഡേർഡ് കിട്ടും. അതാണ് സെൻട്രൽ ഗവൺമെൻറ് എക്സാം ചൂസ് ചെയ്യാൻ ഞാൻ നമ്മുടെ യൂത്തിനോട് എപ്പോഴും പറയുന്നത്. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാംസിന് വേണ്ടിയിട്ട് ഏകദേശം സെറ്റായി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. കംപ്ലീറ്റ് ബാച്ചാണ്. CGL, CHSL, MTS മുതലായ ക്ലാസ്സുകളൊക്കെ വേണ്ടിയിട്ട് അസ്ത്ര 2.0 എന്ന ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ 1 ആരംഭിച്ചാണ്. 2 ക്ലാസ്സുകളാണുള്ളത്. എല്ലാ ദിവസവും ഇല്ല, മൺഡേസ്, വെൻസ്ഡേസ്, ഫ്രൈഡേസ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ജോയിൻ ചെയ്യാം. അതുകൂടാതെ നിങ്ങൾ ഇ-ബുക്ക് സ്റ്റോർ ഒന്ന് നോക്കിയാൽ, നമ്മുടെ സ്റ്റോറിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറി ഇ-ബുക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡിജിറ്റൽ ലൈബ്രറി, SSCക്ക് വേണ്ടി ഡിജിറ്റൽ ലൈബ്രറി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് CGLനുള്ള ഇ-ബുക്ക്, അങ്ങനെ ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്. പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അത് 200 സംതിങ് അത്ര രൂപയെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ബാക്കിയെല്ലാം ഓക്കെയാണ് മിസ്സേ, ഞാൻ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്താൽ മാത്രം മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ ഇറ്റ് ആസ് വെൽ. അപ്പോൾ അതൊന്ന് നോക്കുക. കോഡ് മറക്കണ്ട, Y314. മൂവിങ് ഓൺ, വേർഡ്സ്. ആദ്യത്തെ വേർഡ് ഇതാണ്, ഇൻകോൺടെസ്റ്റബിൾ. കോൺടെസ്റ്റ് ചെയ്യുക, കോൺടെസ്റ്റ് നൗൺ ആണ്. കോൺടെസ്റ്റ് ചെയ്യുക, മത്സരിക്കുക, അല്ലെ? ഇൻകോൺടെസ്റ്റബിൾ എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡിസ്പ്യൂട്ടബിൾ, അവിടെ പിന്നെ തർക്കിക്കേണ്ട കാര്യമില്ല. ഇൻകോൺടെസ്റ്റബിൾ മീൻസ് ഇൻഡിസ്പ്യൂട്ടബിൾ. അല്ലെങ്കിൽ വേറൊരു വാക്കുകൂടെ ഉണ്ട്, കോൺട്രവേർട്ടിബിൾ. കോൺട്രവേഴ്ഷ്യൽ എന്നൊക്കെ നമ്മൾ പറയില്ല, കോൺട്രവേഴ്സി. അപ്പോൾ അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് ഇൻകോൺട്രവേർട്ടിബിൾ. സോ ഇൻ എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രിഫിക്സ് ആണ്. പ്രിഫിക്സ് നമുക്ക് ഒരു സെന്റൻസിൽ പ്രിഫിക്സ് കണ്ടാൽ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാൻ പറ്റും ആ വേർഡ് പോസിറ്റീവ് വേർഡാണോ നെഗറ്റീവ് വേർഡാണ്. കോൺടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, അതിൻ്റെ പറ്റാത്തത്, സംതിങ് ദാറ്റ് കൻ നോട്ട് ബി ഡൺ, അല്ലേ? അങ്ങനെയാണല്ലേ പറയുന്നത്. അതിനാണ് ഇന്ന് വരിക. എസ്കേപ്പബിൾ, ഇൻഎസ്കേപ്പബിൾ. ദിസ് ഇസ് എൻ ഇൻഎസ്കേപ്പബിൾ സിറ്റുവേഷൻ. ഇവിടെ നമുക്ക് രക്ഷപ്പെട്ട് പോകാൻ പറ്റില്ലടാ. പെട്ടു ഈസ് പെട്ടു, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എൻ ഇൻഎസ്കേപ്പബിൾ സിറ്റുവേഷൻ. അതുപോലെ ഇൻകോൺടെസ്റ്റബിൾ ഓർത്ത് കേട്ടോ. ദാറ്റ് ഈസ് അഡ്ജക്റ്റീവിലെ പ്രിഫിക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ, അഡ്ജക്റ്റീവ് മാത്രമല്ല നൗണിലൊക്കെ ആണെങ്കിലും പ്രിഫിക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീനിങ് കണ്ടുപിടിക്കാൻ പറ്റും. അതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. യാ, ലെറ്റ് മീ സീ. Bailout can bring some smile on his face. That's great. Has this ing form, right? Yes. ing form ഉണ്ട് അതിലെ. കാസ്റ്റ് എന്ന് V5 ഉണ്ട് കേട്ടോ. കാസ്റ്റ് എന്ന വാക്കിനെ നമ്മൾ കാസ് എന്ന് സിംഗുലറിൽ കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. V5 ഉണ്ട്. കാസ്റ്റിംഗ് വോട്ട് പറയില്ലേ, കാസ്റ്റിംഗ് വോട്ടിൽ V4 ഉണ്ട്. V5ഉം V4ഉം ഉണ്ട്. അപ്പം V3 എന്താ? ബാക്കിയാണ് പ്രശ്നം. V1, V2, V3 ഒരേ സാധനം. V4ഉം V5നും മാറ്റമുണ്ട്. അതിന് ING ആഡ് ചെയ്യാം, S ആഡ് ചെയ്യാം, നോ പ്രോബ്ലം. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? യെസ്, രശ്മി എന്തോ ചോദിച്ചാൽ KPSC's responsiveness towards the questions call for setting up of a committee that will look into this matter. That's great sentence. എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. മാം, വേറെ കോഴ്സ് എടുത്തവർക്ക് മഹാപാക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. മഹാപാക്കിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. വേറെ കോഴ്സ് എടുത്തവർക്ക് മഹാപാക്കിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും കേട്ടോ രശ്മി. അതിനുള്ള ലിങ്ക് അയച്ചു തരാം ഞാൻ. എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. ബെയിലൗട്ട് ഹെൽപ്ഡ് ഹിം ടു മൂവ് ഓൺ നെക്സ്റ്റ് ലെവൽ ഓഫ് ഹിസ് ലൈഫ്. ടു മൂവ് ഓൺ ടു നെക്സ്റ്റ് ലെവൽ, അവിടേക്ക് മൂവ് ഓൺ ചെയ്യാൻ, അല്ലേ? അപ്പം ഇങ്ങനെ കൊടുക്കണം, ബെയിലൗട്ട് ഹെൽപ്ഡ് ഹിം ടു മൂവ് ഓൺ ടു നെക്സ്റ്റ് ലെവൽ ഓഫ് ലൈഫ് കേട്ടോ, ഓഫ് ഹിസ് ലൈഫ്. അനക ന്യൂഡൽഹി, ഡൽഹിയുടെ ക്യാപിറ്റൽ കൊടുക്കണം. ഹരി, ന്യൂഡൽഹിയുടെ N ക്യാപിറ്റൽ, D ക്യാപിറ്റൽ. ന്യൂഡൽഹി പ്രശാന്ത് രഘുവംശം, നിഷ പുരുഷോത്തമൻ ജേർണലിസ്റ്റ് ഉണ്ട് കിട്ടിയാൽ. പിന്നല്ല, ശരിയാണ്. അവരെ പോയി കാണാന്നല്ലേ? സത്യം, ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ കേട്ട് പരിചയം. നമ്മൾ ഈ ന്യൂസ് വായിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഞാൻ ന്യൂസ് ആങ്കറായിട്ട്, എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ന്യൂസ് ആങ്കറായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യുമായിരുന്നു, നമ്മൾ ഓർമ്മകളോട്ട് ഹരി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓർത്തത്. അങ്ങനെ ചുമ്മാ നമ്മളിങ്ങനെ കളിക്കുമ്പോൾ ഓർക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് മിമിക് ചെയ്യുമായിരുന്നു. അപ്പോൾ മിമിക് ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സ് പറയും, ഞാൻ പറയും ഇത് പ്രശാന്ത് രഘുവംശം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും ക്യാമറമാൻ ഇനി ആളുടെ ഒപ്പം എന്ന് ഞാൻ പറയുമായിരുന്നു. ഐ ലൈക്ക് ദറ്റ് നെയിം, ഭയങ്കര ഇഷ്ടമുള്ള നെയിമാണ്. അത് കൊള്ളാം ഹരി, ഓർമ്മിപ്പിച്ചത് നന്ദി. ഇന്ത്യൻ സ്റ്റേറ്റ്സ് എസ്പെഷ്യലി തമിഴ്നാട് ബെയിൽ ഔട്ട് ശ്രീലങ്ക. ബെയിൽ ഔട്ട് അല്ല, ബെയിൽസ് ഔട്ട് ആണെങ്കിൽ ഓക്കെ കേട്ടോ. ഇതിപ്പം ഉപയോഗിച്ചിരിക്കുന്നത് സോനിൽ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് വേർബായിട്ടല്ലേ, ഫ്രേസൽ വേർബായിട്ടല്ലേ. അപ്പം എന്ത് കൊടുക്കണം, ഗ്യാപ്പ് വേണം കേട്ടോ. സോനിലെ ബെയിൽസ് ഔട്ട് എന്ന് കൊടുക്കുക. അവർ ബെയിൽ ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ബെയിൽഡ് ഔട്ട് കൊടുക്കുക കേട്ടോ. സോനിൽ ഇപ്പോൾ പാസ്റ്റ് ടെൻസ് കൊടുക്കുന്നെങ്കിൽ ബെയിൽഡ് ഔട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ബെയിൽസ് ഔട്ട്. ഗ്യാപ്പ് എന്തായാലും വേണം ഫ്രേസൽ വേർബായിട്ട്. നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ബെയിൽ ഔട്ട്, ഗവൺമെന്റ്സ് ബെയിൽ ഔട്ട്, അല്ലെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റ്സ് ബെയിൽ ഔട്ട് എന്ന് പറയാം. റെസ്ക്യൂ എന്നുള്ള കേട്ടോ. ഓക്കെ, യാ, ദാറ്റ്സ് ഗ്രേറ്റ്. അടിപൊളി. അതെ, പ്രശാന്ത് രഘുവംശം ഏഷ്യനെറ്റ് ന്യൂസ്. സോ അത് ഓർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ജിൽ എനിക്കൊന്ന് രോമാഞ്ചിഫിക്കേഷൻ ഒക്കെ വരും. അടുത്ത് പിടിച്ചോ, ഇൻഡിക്കേറ്റീവ്. എന്താണെന്നറിയില്ല, പേര് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓർത്തോർത്ത് പിന്നെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഡിക്കേറ്റീവ് എന്ന് പറയാം, അല്ലേ? ഇൻഡിക്കേറ്റീവ് മീൻസ് സിംറ്റമാറ്റിക്. ഒരു സിംറ്റം, അതിനൊരു സിംറ്റം ഉണ്ട്, ഒരു ഇൻഡിക്കേഷൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ചാൻസ് ഉണ്ട്, ഇങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ നടക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ കാണുന്നുണ്ട്. സോ ഇൻഡിക്കേറ്റീവ് ആണെങ്കിൽ സിംറ്റമാറ്റിക്, എക്സ്പ്രസീവ് അല്ലെങ്കിൽ സജസ്റ്റീവ് എന്ന് നമുക്ക് പറയാം. ഇൻഡിക്കേറ്റീവ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആയിട്ട് പറയുമ്പോൾ സിംറ്റമാറ്റിക്, എക്സ്പ്രസീവ്, സജസ്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത് പിടിച്ചോ, ഇനാഡിക്വസി. അഡ്ജക്റ്റീവ് ആണ് അത്, ഓർത്തോണം.
കാരണം ഈ IVE വാക്കുകൾ, TIC വാക്കുകൾ ഒക്കെ കണ്ട ഓർത്തോണം, അത് അഡ്ജക്റ്റീവ് ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് പ്രിഫിക്സ് കണ്ടുവച്ചിട്ട് സഫിക്സ് കണ്ടുവച്ചിട്ട് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന് കണ്ടുപിടി. IVE TIC ഒക്കെ ഉള്ള കാര്യങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. അടുത്ത് നോക്കിക്കേ, ഇനാഡിക്വസി, CYO കേട്ടോ, എഫിഷ്യൻസി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ TY വാക്കുകൾ, CY വാക്കുകളൊക്കെ. അപ്പോൾ ഇനാഡിക്വസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനാഡിക്വേറ്റ് ആണ്, ആഡിക്വേറ്റ് ആയിട്ട് നമുക്ക് ആവശ്യത്തിന് ഇല്ല അല്ലേ, ഇൻസഫിഷ്യൻ്റ് അല്ലേ, ഇൻസഫിഷ്യൻസി, ഡെഫിഷ്യൻസി, സ്കേഴ്സിറ്റി, അതിനെയാണ് ഇനാഡിക്വസി പറയാം. ഇൻസഫിഷ്യൻസി, ഡെഫിഷ്യൻസി, സ്കേഴ്സിറ്റി, ഇതൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡേറ്റ പറയുമ്പോൾ എപ്പോഴും വരുന്ന വാക്കുകൾ കുറച്ചാണ്. ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള, ഇനാഡിക്വേസി ഉണ്ട്, ഇൻസഫിഷ്യൻസി ഉണ്ട് എന്നൊക്കെ വാക്കുകൾ ഓർത്തു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ആക്സസ്. അറിയാലോ, ആക്സസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എൻട്രൻസ്, ഇൻഗ്രസ്. എന്താ പറയുക, നമ്മൾ നൗഡ് പറയുകയാണെങ്കിൽ ആക്സസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് നമുക്ക് കയറിപ്പോൾ എൻട്രി ഉണ്ട്, അതിനുള്ള എൻട്രി ഉണ്ട് അല്ലേ, എൻട്രി നമുക്കുണ്ട്, അതാണ് ആക്സസ്, എൻട്രി എന്ന് പറയും. ആക്സസ് ടു സംതിങ്, ദാറ്റ് മീൻസ് യു ഹാവ് ദ ആക്സസ് ടു സംതിങ്, യു ഹാവ് ദ എൻട്രി ടു സംതിങ് അല്ലേ. ഒരു കാര്യത്തിനോട് ഇൻഗ്രസ് ഉണ്ട്, ഇൻഗ്രസ് എന്ന് പറഞ്ഞാൽ അപ്രോച്ച് ഇൻഗ്രസ് എന്നൊക്കെ പറയാം, എൻട്രി, അപ്രോച്ച്, ഇൻഗ്രസ്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ നൗൺ ഫോർമുലേഷനും. അതുപോലെ തന്നെ നമുക്ക് വേർബായിട്ടും പറയാം, അപ്രോച്ച്, ഒബ്റ്റെയിൻ എന്നൊക്കെ പറയാം, അപ്രോച്ച്, എൻറ്റർ അല്ലേ, അപ്രോച്ച്, എൻറ്റർ, ഒബ്റ്റെയിൻ എന്നൊക്കെ പറയാം. ആക്സസ് എന്ന വാക്ക് അല്ലേ, കമ്പ്യൂട്ടറിനൊക്കെ ആക്സസ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ആ വാക്ക് ഓർത്ത് വെച്ചോളാം. ദാറ്റ്സ് ഇറ്റ്. അടുത്ത അഡ്ജക്റ്റീവ് ഇസ് കൺസേർട്ടഡ്. കൺസേർട്ടഡ്. ഐ എം സോ സോറി. കോൺസേർട്ട് നമ്മൾ പറഞ്ഞ മറ്റേതാ, നമ്മുടെ എല്ലാവരും കൂടി മ്യൂസിഷ്യൻസ് ഒക്കെ കൂടി ചേർന്നിരിക്കുന്ന ആ പരിപാടിക്കാണ് കോൺസേർട്ട് എന്ന് പറയാം. സോ അതല്ല, ഗാനമേളയൊക്കെ, ഗാനമേള, അതിനെയാണ് കോൺസേർട്ട് എന്ന് പറയുന്നത്. ബട്ട് ഇതല്ല, കോൺസേർട്ട് അല്ല, കൺസേർട്ടഡ്, ഒരുമിച്ച് കൂടുന്ന, ദാറ്റ് ഇസ് കൺസേർട്ടഡ്. കൺസേർട്ട് എന്ന പ്രൊനൗൺസിയേഷൻ. അഡ്ജക്റ്റീവ് ആണ്, മീൻസ് കോർഡിനേറ്റഡ് അല്ലെങ്കിൽ ജോയിൻറ്റ് അല്ലെങ്കിൽ യുണൈറ്റഡ് ഓർ കളക്റ്റീവ്. എല്ലാവരും പ്രവർത്തിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലേ. വി നീഡ് കൺസേർട്ടഡ് എഫേർട്ട് ഫ്രം യു ഓൾ. എനിക്ക് നിങ്ങളിൽ നിന്ന് എല്ലാവരും എന്ത് വേണം? കൺസേർട്ടഡ് എഫേർട്ട് വേണം അല്ലേ. അപ്പോൾ ഒരു കോമ്പറ്റീവ് എക്സാം എഴുതാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൺസേർട്ടഡ് എഫേർട്ട്. നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നു, നിങ്ങൾ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ അതുപോലെ തന്നെ ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്ന ടീച്ചേഴ്സിനോട് ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടിൽ നിന്ന് ഏതെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ? അവിടെ പ്രോബ്ലം ആയി അല്ലേ. അതിനെല്ലാം കൂടെ എല്ലാ സാഹചര്യങ്ങളും ഒരുമിച്ച് വരണം. ഇറ്റ് ഈസ് എ കൺസേർട്ടഡ് എഫേർട്ട് ആണ്. അതിനെയാണ് നമ്മൾ പറയുക കൺസേർട്ടഡ് എഫേർട്ടോട് കൂടി നമുക്ക് ഒരു എക്സാം പാസ്സാൻ പറ്റുള്ളൂ. ബിക്കോസ് വി വിൽ ബി ഇൻ എ ഈസി സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ കൺസേർട്ടഡ് എഫേർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. യെസ് എൻ്റെ മുന്നേ കൊള്ളാം, അടിപൊളി. അപ്പോൾ നമുക്ക് അടുത്തലോട്ട് പോകാം. ലിറ്ററസി റേറ്റ് ഓഫ് കേരള ഈസ് ആൻ ഇൻകോൺടെസ്റ്റബിൾ മാറ്റർ. യെസ്, അത് സത്യം, അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നല്ലേ അവിടെ പറയണ്ട. ഹിസ് പൊസിഷൻ ഓഫ് ദ ക്ലിയർ എവിഡൻസ് മേക്സ് ദ ഇഷ്യൂ ഇൻകോൺടെസ്റ്റബിൾ. ദാറ്റ്സ് ഗ്രേറ്റ്. ഹർ നോഡിംഗ് ഹെഡ് വാസ് ടേക്കൺ. ഹർ നോഡിംഗ് ഹെഡ് വാസ് ടേക്കൺ ആസ് എ. ഹർ നോഡിംഗ് എന്ന് വേണ്ട, ഹർ നോഡ് മതി കേട്ടോ ഷമാസെ. ഹർ നോഡ് എന്ന് പറഞ്ഞാൽ നോഡിങ് ഹെഡ് എന്ന് പോലും കൊടുക്കണ്ട കേട്ടോ ഷമാസെ. സിമ്പിളായിട്ട് ഹർ നോഡ്, അവളുടെ നോഡ്. നോഡ് എന്ന് പറയുമ്പോൾ തന്നെ തല ഇങ്ങനെയായിട്ട് സമ്മതം എന്നുള്ള അർത്ഥത്തില്ല. ഹർ നോഡ് വാസ് ടേക്കൺ ആസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് മാരേജ് പ്രപ്പോസൽ. ദാറ്റ്സ് ഗ്രേറ്റ്. മങ്കി പോക്സ് ഇസ് എൻ ഇൻഡിക്കേറ്റീവ് ഡിസീസ്. നിങ്ങൾ കേട്ടല്ലോ മങ്കി പോക്സ് കേരളത്തിൽ ഡിറ്റക്ട് ചെയ്തവരും കേട്ടോ. ഇനി ഞാൻ കേട്ടതാണോ, ഇനി നിങ്ങൾ കേട്ടോ? ഞാനത് കേട്ടായിരുന്നു, നിങ്ങൾ കേട്ടായിരുന്നോ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചോണേ. ഇനി എന്താണോ പുതിയത് വരാനുള്ളത്? Concerted efforts. Yes, Ram stores is Ram and Rom. Ram stores information for immediate access. Yes, people who are under poverty line couldn't increase even primary education. Yes, that's great. Hello Abhijit, hi, good morning, welcome. Inadequate water resources created a negative impact on Indian agriculture. That's great. Sri Lanka should access concerted effort for overcoming their crisis. Yes, how can I access the course? Yes, how can I access the course? Let me tell you, പിന്നെ പറഞ്ഞുതരാം അല്ലേ. ഓക്കെ, ദ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് സെഷൻ ഈസ് എ കൺസേർട്ടഡ് എഫേർട്ട് ടു സക്സീഡ് ഇൻ ലൈഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ഓ രശ്മി, ഐ എം ഓണേർഡ്. കേൾക്കുമ്പോൾ തന്നെ സന്തോഷം, അത് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം. വീണ്ടും പ്രശാന്ത് രഘുവംശം പോലെ. യെസ്, കേട്ടായിരുന്നു, ഞാനും കേട്ടു. 2 റിപ്പോർട്ട് ചെയ്യുന്നല്ലേ. അതാ ഞാൻ പറഞ്ഞൊന്ന് ശ്രദ്ധിച്ചോണേ പിള്ളേർ. ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. ഓരോ വർഷം ഓരോന്നാ. ഒന്ന് കഴിഞ്ഞൊന്ന് റിക്കവറിലോട്ട് വരുമ്പോഴേക്കാണ് അടുത്ത റിക്കവറി മോഡിലോട്ട് ഒന്നും അടുത്തത്. ഇസ് ദ ലൈവ് മ്യൂസിക് കോൺസേർട്ട്. യെസ്, കോൺസേർട്ട് വിൽ be a collection record breaker. That's great. Monkey box ഫസ്റ്റ് കൊല്ലം, സെക്കൻഡ് കണ്ണൂർ. ഇവിടെ ഉണ്ട് അവിടെ ഉണ്ടല്ലേ, 2 അറ്റത്തും ഉണ്ട്. രസം, കൊല്ലത്താണല്ലേ. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓർക്കാം, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത നെക്സ്റ്റ് സെറ്റിലോട്ട് പോകാം. മൈൽ സ്റ്റോൺ. കേട്ട് പരിചയമുള്ള വാക്കാണ്. ഇതെല്ലാം നമ്മൾ ഇന്നുള്ളതെല്ലാം വളരെ സിമ്പിളായിട്ട് നമ്മളൊക്കെ ഉപയോഗിച്ച് ശീലമുള്ള നമുക്കറിയാവുന്ന വാക്കുകൾ തന്നെയാണ്. മൈൽ സ്റ്റോൺ മീൻസ് ലാൻഡ് മാർക്ക് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്ലൈമാക്സ്. നമ്മൾ എപ്പോഴും പറയില്ലേ മൂവിൻ്റെ ക്ലൈമാക്സ് എത്തി. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ തീരുന്ന കൺക്ലൂഷൻ അല്ല ക്ലൈമാക്സ്.
അറിയാലോ, ക്ലൈമാക്സ് എന്ന വാക്ക് മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പലപ്പോഴും അയാളുടെ ക്ലൈമാക്സ് കൂടി ഇനിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈമാക്സ് ഇസ് സംതിങ് ദാറ്റ് ഇസ് എൻഡിങ് എന്നാണ് നമ്മുടെ വിശ്വാസം. ഇറ്റ്സ് നോട്ട് എൻഡിങ്, ക്ലൈമാക്സിലാണ് സ്റ്റോറി ചേഞ്ചസ്, അവിടെയാണ് സ്റ്റോറി ചേഞ്ച് ചെയ്യുന്നത്. ഒരു മൂവിയുടെ ക്ലൈമാക്സ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറി ചേഞ്ച് ചെയ്യുന്ന ആ ടേണിംഗ് പോയിന്റ് എവിടെയാണോ അതിനാണ് ക്ലൈമാക്സ് എന്ന് പറയാം. ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമില്ല അവിടെ. സോ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ലാൻഡ്മാർക്ക്, അത് ഒരു ലാൻഡ്മാർക്കാണ്, അവിടെയാണ് ഒരു ടേണിംഗ് പോയിന്റ്, അവിടെ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള മാറ്റങ്ങൾ വരുന്നത്. ക്ലൈമാക്സ് എന്നാണ് മൈൽ സ്റ്റോൺ എന്ന വാക്കിന്റെ അർത്ഥം, ഓർത്തിരിക്കാം. അടുത്ത വാക്ക് ഇസ് ഇൻറ്റൻസ്. ഇൻറ്റൻസ് അറിയാലോ, വളരെ ഇൻറ്റൻസ് ആണ്. ഓ ഐ ഹാവ് എൻ ഇൻറ്റൻസ് ഹെഡ് ഏക്ക്, വളരെ ഭയങ്കര ഹെഡ് ഏക്ക് ആട്ടോ, ഭയങ്കര ഡീപ്പ് ആൻഡ് ഇൻറ്റൻസ്, ഗ്രേറ്റ്, എനോമസ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇൻറ്റൻസിന് വേറെ അർത്ഥമുണ്ട്, യുവർ ഇൻറ്റൻസ് എഫേർട്ട് മേക്സ് ഇറ്റ് സക്സസ്ഫുൾ, നിന്റെ ഇൻറ്റൻസ് എഫേർട്ട് അത് സക്സസ്ഫുൾ ആക്കുന്നു എന്ന് പറയുമ്പോൾ ഇൻറ്റൻസ് എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥം കൊണ്ടുണ്ടല്ലോ, എന്താണ്? പാഷനേറ്റ്, ഗ്രേറ്റ്, എനോമസ്, പാഷനറ്റ്, ഇൻറ്റൻസ് എന്ന വാക്കിന്റെ അർത്ഥം. ഓർക്കണം, ഇതൊക്കെ വരാം സിനോണിം ആയിട്ട്. അപ്പോൾ അറിയാവുന്ന വാക്ക് തന്നെയാണ്, പക്ഷെ തെറ്റിക്കരുത്. ദാറ്റ്സ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. അടുത്ത വാക്ക് നോക്കിയേ, എമിനൻ്റ്ലി. എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ എമിനൻ്റ്ലി എന്ന വാക്ക്? നമ്മൾ എമിനൻ്റ് കേട്ടിട്ടുണ്ടല്ലേ, എമിനൻ്റ് പേഴ്സണാലിറ്റി കേട്ടിട്ടുണ്ടല്ലോ. എമിനൻ്റ് പേഴ്സണാലിറ്റി LY വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഓർക്കുക, LY വാക്ക് വന്നാൽ ദാറ്റ് ഇസ് അഡ്വേർബ്. അഡ്ജക്റ്റീവിൻ്റെ കേട്ടോ, അഡ്ജക്റ്റീവിൻ്റെ LY വാക്കുകൾ വന്നാൽ, അഡ്വേർബ് നൗണിൻ്റെ കൂടെ LY വാക്കുകൾ വന്നാലല്ല കേട്ടോ. ഓണസ്റ്റ്, ഓണസ്റ്റ്ലി അല്ലെ, മാൻ്റെ കൂടെ LY, മാൻലി വന്നാൽ അത് അഡ്ജക്റ്റീവ് അല്ല, അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. മാൻ എന്ന നൗണിൻ്റെ കൂടെ LY വന്നാൽ അഡ്ജക്റ്റീവ് ആണ്. അഡ്വേർബിന്റെ കൂടെ അഡ്ജക്റ്റീവിന്റെ കൂടെ LY വന്നാൽ അഡ്വേർബ് ആണ്. സോ എമിനന്റ് ഒരു അഡ്ജക്റ്റീവ് ആണ്, അതിന്റെ കൂടെ ഒരു LY വന്നു, അഡ്വേർബ് കിട്ടി. എമിനന്റ് എന്ന വാക്കിന്റെ അർത്ഥം ഡിസ്റ്റിങ്ക്വിഷ്ഡ്, ഫേമസ്. പേര് കേട്ടല്ലേ ഭയങ്കര ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയിട്ടുള്ള, വെൽ നോൺ ആയിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള എന്നാണ് അർത്ഥം. എമിനന്റ് പേഴ്സണാലിറ്റി അല്ലെ, ഹീസ് എൻ എമിനന്റ് പേഴ്സൺ എന്നൊക്കെ പറയില്ലേ. അതായത് ബിഗ് ഷോട്ട് നമ്മൾ പറയില്ലേ, ഹീസ് എ ബിഗ് ഷോട്ട്, ഇയാൾ വലിയ ഉള്ളിയ എന്നൊക്കെ പറയില്ലേ. ഹീസ് എ ബിഗ് ഷോട്ട് ഇൻ ബിസിനസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. സോ ആ സാധനം അപ്പോൾ ഓർത്താൽ മതി. ബിഗ് ഫിഷ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ ഫിഷിന്റെ കാര്യം. അത് അപ്പോൾ എമിനൻ്റ്ലി എന്ന് പറയുമ്പോൾ വെരി, ഒരുപാട്, ഹൈലി, മോസ്റ്റ്, ഗ്രേറ്റ്ലി, ഇതാണ് എമിനൻ്റ്ലി എന്ന വാക്കിന്റെ അഡ്വേർബിന്റെ മീനിങ്. വെരി, ഹൈലി, മോസ്റ്റ്ലി, ഗ്രേറ്റ്ലി. ഡിഗ്രി ഓഫ് അഡ്വേർബ് കേട്ടോ, അഡ്വേർബ് ഓഫ് ഡിഗ്രി ആണ് കേട്ടോ. അടുത്തത് ഹിൻറ്റ്. ക്യാൻ യു ഗിവ് മീ ഹിൻറ്റ്? എനിക്കൊരു ഹിൻറ്റ് തരാമോ? ഞാൻ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ, മിസ് ഒരു ക്ലൂ തരുമോ? സോ ഹിൻറ്റ് എന്ന് പറയുമ്പോൾ ക്ലൂ അല്ലെങ്കിൽ സജഷൻ എന്നാണ് അർത്ഥം. ഹിൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലൂ അല്ലെങ്കിൽ സജഷൻ. ഇന്നത്തെ ടൈറ്റിൽ തന്നെ അങ്ങനെ, ഹിൻറ്റ് ഓഫ് സ്റ്റെബിലിറ്റി എന്ന ടൈറ്റിലാണ് നമ്മുടെ ശ്രീലങ്കൻ ക്രൈസിസിനെ പറ്റി പറഞ്ഞേക്കുന്നത്. ആൻഡ് അടുത്തത് വേർബായിട്ടും ഹിൻറ്റിനെ ഉപയോഗിക്കാം. ഹിൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇംപ്ലൈ ചെയ്തു, ഇങ്ങനെയാണ് അതിനെ ഇംപ്ലൈ ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. ഇൻസിനുവേറ്റ് ചെയ്യുന്നത്, ഇൻസിനുവേറ്റ് ചെയ്യുക സെയിം, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്, ഇംപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയാണ് അതിനെ സജസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഹിൻറ്റ് ഇസ്. അടുത്തത് എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് ചെയ്യുക ഓർത്തോണം, ഞാൻ എപ്പോഴും പറയുന്നതാണ്. എമിനൻ്റ് എന്ന അഡ്ജക്റ്റീവ് അറിയാലോ, അത് ഓർത്തോണം, അത് ഞാൻ പറഞ്ഞിരുന്നു. എക്സ്റ്റെൻഡ് ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ്, മറന്നു പോയവരാണെങ്കിൽ ഒന്ന് ഓർക്കുക. ഈ എക്സ്റ്റെൻഡ് എന്ന വാക്കുണ്ട്, ഈ എക്സ്റ്റെൻഡ് ഇസ് നൗൺ ആണ്. ഈ എക്സ്റ്റെൻഡ് ഡേഴ്സ് വേർബ്, ഡി വാക്ക് വേർബാണ്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്തു അല്ലേ. ഒരു കാര്യം എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയില്ലേ, എക്സ്റ്റെൻഡ് ചെയ്തു പറഞ്ഞാൽ ഒരു കാര്യം എക്സ്റ്റെൻഡ് ചെയ്തു, മാറ്റിവെച്ചു എന്നൊരർത്ഥമുണ്ട്, പോസ്റ്റ്പോൺ ചെയ്തു എന്നൊരർത്ഥമുണ്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം എക്സ്പാൻഡ് ചെയ്തു, കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. മേക്കിംഗ് വൈഡ് ആക്കുക, എൻലാർജ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. വേറെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓഫർ ചെയ്യുക, ഗിവ് ചെയ്യുക. ഒരാൾക്ക് ഐ റിയലി എക്സ്റ്റെൻഡ് യു മൈ സപ്പോർട്ട്, ഞാൻ ഉറപ്പായിട്ട് നിനക്ക് എൻ്റെ സപ്പോർട്ട് തരുന്നു. ഐ എക്സ്റ്റെൻഡ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യു എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ സാധനം. അപ്പോൾ ഓഫർ, ഗിവ്, എക്സ്പാൻഡ്, എൻലാർജ്, പോസ്റ്റ്പോൺ എന്നൊക്കെ അർത്ഥം എക്സ്റ്റെൻഡിനുണ്ട്. മറ്റേ എക്സ്റ്റെൻഡ് ട് എന്ന നൗൺ എക്സ്റ്റെൻഡിന്റെ മീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എക്സ്റ്റെൻഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ലിമിറ്റ്. ഐ കനോട്ട് bear you for any more extent. ഇനി എന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ തീർന്നു, ദിസ് ഇസ് ദ ലിമിറ്റ്, പീരിയഡ്, അവിടെ ഉള്ളൂ, ഇനിയില്ല പറയില്ലേ. അതിനെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ടി എന്ന് പറയാം. ഓർത്തോണം, മാറിപ്പോരുത്, രണ്ടും മാറിപ്പോറുണ്ട് എക്സാമിന് എപ്പോഴും. എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അത് ഓർത്തോളാം. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആൻഡ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് കൺസേർട്ടഡ് ടു ഇംപ്ലിമെന്റ് നമസ്തേ സ്കീം. കൺസേർട്ടഡ് അഭിനയ വേർബ് അല്ല കേട്ടോ, കൺസേർട്ടഡ് ഈസ് ഓൺലി വേർബും ആണ്. യെസ്, കൺസേർട്ടഡ് വേർബും ആണ്, ഇല്ലെങ്കിൽ V3 ഫോം വരില്ലല്ലോ, വേർബാണ്. കൺസേർട്ടഡ്, യെസ്, കൺസേർട്ടഡ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് കമ്പൈൻഡ് ആയിട്ട് ചെയ്തു എന്നല്ലേ, കം ടുഗെദർ. ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ലെറ്റ് മീ സീ. ട്വിസ്റ്റ് ശരിയാ, നാഴികക്കല്ല്, ട്വിസ്റ്റ് ശരിയാണ്. ദർ ഇസ് എൻ ഇനാഡിക്വസി ഇൻ ദ എഡ്യൂക്കേഷൻ ഓഫ് കേരള മിനിസ്റ്റേഴ്സ്. യെസ്,
അത് സത്യം. ഹിസ് പോസിറ്റീവ് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഹിസ് പോസിറ്റീവ് ഇൻട്രസ്റ്റ് ടുവേർഡ്സ് എവറി ഇഷ്യൂ ഇസ് ലൈക്ഡ് ബൈ ദ കമ്പനി. ദാറ്റ്സ് ഗ്രേറ്റ്. ഇനാഡിക്വേറ്റ് വാട്ടർ കണ്ടന്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഇസ് ദ മെയിൻ റീസൺ ഫോർ മെനി ഹെൽത്ത് കണ്ടീഷൻ. സത്യം. വെള്ളം കുടിക്കാത്തതുകൊണ്ടാന്നൊക്കെ പറയും. ഞാൻ ഓർക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ ഇപ്പം പറയാം കഥ ഓർക്കും നിങ്ങൾ. എൻ്റെ ഫ്രണ്ടിൻ്റെ പപ്പ അപ്പാന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അപ്പൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും അവളുടെ വീട്ടിൽ പോകുമ്പോൾ അപ്പൻ എപ്പോഴും എന്നോട് പറയുവേ, എന്തെങ്കിലും എനിക്കിപ്പോൾ ഞാൻ പറയും, അയ്യോ അപ്പം നല്ല തലവേദനയെന്ന്, ഞാൻ ചുമ്മാ എന്തെങ്കിലും മടി പറയാൻ വേണ്ടി തലവേദന എന്ന് പറയുമ്പോൾ അപ്പം പറയും, വെള്ളം കുടിച്ചു, നല്ല ചൂടുവെള്ളം കുടിച്ചു, ചൂടുവെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് തലവേദന. ഞാൻ എപ്പോഴും ചൂടുവെള്ളം അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുമ്പോൾ അപ്പനെ ഓർക്കും. സോ എന്തായാലും സത്യം, ഒരുപാട് നമ്മുടെ ബോഡിയിൽ എല്ലാ ഹെൽത്ത് കണ്ടീഷനും കൂടുതൽ 90% കാരണം വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. വെള്ളം കുടിക്കുന്ന രീതി ആൻഡ് ഈ പറഞ്ഞ വെള്ളം ഇല്ലായ്മ എന്നുള്ളത്. Every country needs concerted participation in development. Great. Interview of Balachandra Kumar was a milestone in actress assault case. എത്ര വർഷമായില്ല നന്ദീശ, എത്ര വർഷമായി, മടുത്തു, ഇത് കേട്ട് മടുത്തു. ഇപ്പോൾ ആ കേസ് ഒന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ക്ലോസ് ചെയ്യുക അല്ലേ. ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്താണോ. Central government mooted that there is an inadequacy of data related to Kerala's COVID-19 death rate. Yes. Scaling up of subscribers is a milestone to YouTubers. Yes, correct. Rintu is an eminent English teacher. അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ചിപ്പി കേൾക്കാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ റിന്റു തിരിച്ചു വാ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഹിൻഡ് ഇസ് ഡിഫറെൻറ്റ്. ആണ് ഹിൻഡ് മറ്റേതല്ലേ. ഹിൻഡ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലുള്ളത് അല്ല ബാക്കിലുള്ളതെന്ന് പറയില്ല, അതാണ് ബാക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഹിൻഡ് പറയാം. രണ്ടും ഡിഫറെൻ്റ് ആണ്. യെസ് ഇത് ഈ ഹിൻഡ് കേട്ടോ. അതിലെ ഈ ഹിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദിക്കുമായിരുന്നു ചെയ്ത എന്നോട്. ഈ ഹിൻഡ് എന്ന് പറയുന്നത് ക്ലൂ സജഷനൊക്കെ. മറ്റേ ഹിൻഡില്ലേ, നമ്മുടെ ഹിൻഡ് ലെഗ് എന്നൊക്കെ പറയും. ഇപ്പം ആനിമൽസിനൊക്കെ ഹിൻഡ് ലെഗ് ഉണ്ട്, ബാക്കിൽ ഒരു ലെഗ് ഉണ്ട്, ദാറ്റ് ഇസ് ഹിൻഡ്. HIND ഹിൻഡ്. ഐ എം കുമ്പിടി. ഷാജി ഹായ്. കുമ്പിടിയോ, കൊള്ളാം, എല്ലായിടത്തും ഉണ്ടോ. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം. ലോക്സഭ സ്പീക്കർ doesn't extend the permission on GST hikes in needy products which hinted undeclared emergency. That's great. He insinuated the topic with great ease. Okay. A persistent preparation insinuates her entry into a high-profile job. That's great. Police got a hint about the culprits. Great. The intense hard work helped Shelley and Fraser to win the gold medal. Yes, great. Achievement of Neeraj Chopra in Olympics became a milestone in Indian athletics. Great. മിസ് ഇവിടെയും എല്ലാവരും എപ്പോഴും ചൂടുവെള്ളം സജസ്റ്റ് ആണല്ലേ. ഞാൻ ഓർക്കുന്നു, എനിക്ക് പനി വന്നപ്പോൾ വേറൊരാളും ചൂടുവെള്ളം സജസ്റ്റ് ചെയ്തേ, ഓർമ്മയുണ്ടോ? ചിപ്പി തന്നെ. എല്ലാവരും വെറുതെ അല്ല ചിപ്പി എന്നോട് പറഞ്ഞല്ലേ, ഞാൻ എപ്പോഴും ഓർക്കും അത് ചിപ്പി പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തായിരുന്നു. കൊള്ളാം. റിന്റു മാംസ് എഡിറ്റോറിയൽ സെഷൻ സ്കെയിൽഡ് അപ്പ് വൊക്കാബുലറി ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. താങ്ക് യു സോ മച്ച്. അത് കൊള്ളാം. ഫീവർ, ഹെഡേക്ക് മുതൽ എന്ത് വന്നാലും മുടി വെട്ടാത്തത് കൊണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഒരാൾ എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ ചേട്ടായി എപ്പം പണ്ടെന്തെങ്കിലും അവനൊരു പല്ലുവേദന വന്നാൽ വീട്ടുകാർ പറയുമായിരുന്നു, എൻ്റെ ചേട്ടായിക്ക് പല്ലുവേദന വന്നാലും ഡാഡി എപ്പോഴും പറഞ്ഞു നോക്കാം, നീ മുടി ഇങ്ങനെ നീട്ട് നടന്നു, നിന്റെ മുടിയും താടിയൊക്കെ നടക്കുന്നുണ്ടോ നിനക്ക് പല്ലുവേദന, പോയി മുടി വെട്ടാ ആദ്യം. അങ്ങനെയാ, ആരോഗ്യം നോക്കുന്നില്ല പിന്നെ എങ്ങനെയാ എന്നൊക്കെ പറയും. സെയിം സാധനം തന്നെയാണ് ഇവിടെ, അത് തന്നെയാണ്. ഹൈ കൊള്ളാം. ഇവിടെ ഉള്ളതാ സെയിം കാര്യം. അപ്പോൾ എല്ലാവരും ലൈവിൽ നമുക്ക് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ നിങ്ങൾക്കറിയാം വോട്ട് ടു ഡു, എന്ത് ചെയ്യണം? ലൈവിൽ ഇത്രയും പേരുണ്ടല്ലോ, ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേ. ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വേർഡ്. ലോൺ എന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണ്. ലോൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്: സോളിറ്ററി അല്ലെങ്കിൽ സിംഗിൾ, സോളോ. നമ്മൾ പറയില്ലേ, ഐ എം എ ലോൺ പേഴ്സൺ. ഞാൻ എപ്പോഴും പറയണം, ഐ എം എ ലോൺ പേഴ്സൺ, ഞാൻ ഒറ്റയ്ക്കാണ്. സോളിറ്ററി. ചിലരല്ലേ ലോണാണ്, ചിലർക്ക് ഒറ്റയ്ക്ക് നടക്കാനാണ് ഇഷ്ടം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് ഇഷ്ടം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സിംഗിളാണ് അല്ലേ, സിംഗിളാണ് ലോൺ. എപ്പോഴും ഒരു കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട്. ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ചോയ്സസ് അല്ലേ, നമ്മൾ പറയില്ലേ, അതുപോലെ. സോ ലോൺ എന്നർത്ഥം സോളിറ്ററി, സിംഗിൾ, സോളോ. വേറൊരു അടുത്തോട്ടുണ്ട് ലോൺ ഏരിയ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ലോൺ LON ആണ്, LOAN ലോൺ അല്ലേ. ലോൺ നമ്മുടെ ബാങ്കിലെ ലോൺ അല്ലേ ഈ ലോൺ, LON ലോണാണ്. മാറിപ്പോരുത് LOAN ലോൺ, അത് വേറെ ലോൺ. ആൻഡ് ഈ ലോണിന് ഡെസേർട്ടഡ് ഒറ്റപ്പെട്ട എന്നൊരർത്ഥമുണ്ട്. അൺഇൻഹബിറ്റഡ്, ആരും ഉപയോഗിക്കാത്ത, ആരും താമസിക്കാത്ത, ആരും ഇല്ലാത്ത സ്ഥലം, അൺഇൻഹബിറ്റഡ് ഏരിയാസ്. അൺഇൻഹബിറ്റഡ് എന്നർത്ഥമുണ്ട്. കേരളത്തിലൊന്നും അങ്ങനെ നമ്മൾ വലിയതായിട്ട് കാണപ്പെടാറില്ല. ബട്ട് പുറത്തോട്ട് നോർത്തിലോട്ടൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോൺ ഏരിയാസ് ഒരുപാട് കാണും. വില്ലേജസിലും ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ അടുത്ത വിൻഫോൾ. കുറേ നാളെ നമ്മളിപ്പോൾ കേട്ട് വിൻഫോൾ നൗൺ ആണ്. നമ്മുടെ വിൻഫോൾ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തി കാറ്റടിച്ച് വേണം ആപ്പിൾ, അതിനാണ് വിൻഫോൾ എന്ന് പറയും. ലിറ്ററലി പറയാറുണ്ട്. അല്ലാതെ ബൊണാൻസ, ജാക്ക്പോട്ട്, അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ. വിൻഫോൾ എന്ന് പറയുന്നത് അതാണ്. അൺഎക്സ്പെക്റ്റഡാ, പ്രതീക്ഷിക്കാതെ കിട്ടിയ സംഭവമാണ് അല്ലേ, അതാണ്. അടുത്ത നോക്കി ക്രെഡിബിലിറ്റി. നൗണാണ് ക്രെഡിബിലിറ്റി. ക്രെഡിബിൾ, ക്രെഡ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഓർത്ത് വെച്ചുള്ള ട്രസ്റ്റ് അല്ലെങ്കിൽ ബിലീഫ് എന്നാണ്.
ബിലീഫ് അല്ലെങ്കിൽ ട്രസ്റ്റ് ആണ്. അപ്പോൾ ക്രെഡിബിലിറ്റി എന്ന വാക്ക് കഴിയുമ്പോൾ എപ്പോഴും ഓർത്തണം അതിനൊരു ട്രസ്റ്റിൻ്റെ ഒരു ഇതുണ്ട്. അതാണ് നമ്മൾ എപ്പോഴും ഫിഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഇതിൻ്റെ വാക്കും ക്രെഡിൻ്റെ വാക്കിനും ട്രസ്റ്റ് എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ ക്രെഡിബിലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, ട്രസ്റ്റ് വർദിനെസ്, റിലയബിലിറ്റി, ഇൻറ്റഗ്രിറ്റി. കേട്ടോ, ട്രസ്റ്റ് വർദിനെസ്, റിലയബിലിറ്റി അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി എന്നാണ് ക്രെഡിബിലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്തത് ഫാക്ഷൻ. ഫാക്ഷൻ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി പൊളിറ്റിക്കൽ ടേംസിലാണ് നമ്മൾ ഫാക്ഷൻ പറയാം കേട്ടോ. ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് അവിടെ നിന്ന് വന്ന് എന്നൊരു മലയാള പേര് അതിന് പറയുമല്ലോ, നമ്മളൊരു പാർട്ടിയിൽ ഉണ്ടായിരുന്നു, ആ പാർട്ടിയിൽ നിന്ന് ഉരുത്തിരിച്ച് വന്ന് വേറെ ഡൈവേർട്ടായിട്ട് അവരിൽ നിന്ന് ഡിസ്പ്യൂട്ടാണ്, നമുക്ക് ചെറുതായിട്ട് ഡിസ്പ്യൂട്ട്, അവിടുത്തെ പ്രത്യയശാസ്ത്രത്തോട് നമുക്ക് ഐഡിയോളജിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വന്ന് വേറൊരു ഫാക്ഷൻ, ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുന്നു. ആ സ്മോളർ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ഷൻ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വേറെ വാക്കുകളാണ് ക്ലീഗ്, കോട്ടറി, കോക്കസ്, കേബിൾ. ഇതൊക്കെയാണ് സിനോണിംസ് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. ഫാക്ഷൻ്റെ സിനോണിംസ് ആണ് ക്ലീഗ്, കോട്ടറി, കോക്കസ്, കേബിൾ. അടുത്തത് ബെയർലി. പരിചയമുള്ള വാക്ക് തന്നെയാണ്, അഡ്വേർബ് ആണ്. ബെയർലി എന്ന വാക്കിൻ്റെ അർത്ഥം ഓൾമോസ്റ്റ് നോട്ട്. ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം, എന്തോ കുറച്ചുണ്ട്, ഇല്ല എന്ന് തന്നെ. ബെയർലി എന്ന് പറഞ്ഞാൽ വി ഹാവ് നത്തിങ് ടു സർവൈവ്. നമുക്ക് സർവൈവ് ചെയ്യാൻ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഉക്രൈനിയൻസിനെ സംബന്ധിച്ച് റഷ്യ വോർ വന്നപ്പോൾ ദേ ഹാവ് ബെയർലി സർവൈവ്ഡ് എന്ന് പറയാം. അതായത് രക്ഷപ്പെട്ടെന്നാണോ, അറ്റപ്പറ്റ രക്ഷപ്പെട്ട് കുറച്ച് പേരൊക്കെ എന്ന് പറയില്ലേ, അറ്റപ്പറ്റ എന്നൊക്കെ പറയില്ല, അതിനാണ് നമ്മൾ മലയാളത്തിൽ പറയില്ല, അത് തീരെ ഇല്ല. പിന്നെ നമ്മൾ വേണമെങ്കിലൊന്ന് അങ്ങനെ പറയില്ല, അത് ഓൾമോസ്റ്റ് നോട്ട് അല്ലെങ്കിൽ ഹാർഡ്ലി, സ്കേഴ്സ്ലി, ജസ്റ്റ്, നെഗറ്റീവ് വേർഡാണ് കേട്ടോ. സോ അതിനെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഓർത്തോണം, നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉപയോഗിക്കുമ്പോൾ ബെയർലി ഇസ് എ നെഗറ്റീവ് വേർഡ്, പോസിറ്റീവ് ആയിട്ടല്ല, അത്ര കണ്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, യെസ്, മൈ മദർ യൂസ് ടു ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ ആഫ്റ്റർ ഹിയറിംഗ് ദ ഹിന്റ് ഓഫ് അനുഷ്ക ശർമ്മ ഇൻ എൻ ഇന്റർവ്യൂ. അടിപൊളി, അത് കൊള്ളാം. സജഷൻ അല്ലേ, പുള്ളിക്കാരി പറഞ്ഞല്ലേ, അത് മതി. അല്ലെ തന്നെ വെള്ളത്തിൻ്റെ ആൾക്കാരെല്ലാവരും. ഹി ഓൾവേസ് പ്രിഫേഴ്സ് ടു വാക്ക് ഡിസേർട്ടഡ് ഇൻ ദ മോർണിംഗ്. ടു വാക്ക് ഡിസേർട്ടഡ് എന്ന് പറയില്ല, വാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വേർബ് അല്ല. അപ്പോൾ വേർബിൻ്റെ കൂടെ ഡിസേർട്ടഡ് എന്ന ഇത് കൊടുക്കത്തില്ല, വേർബിൻ്റെ കൂടെ ഡിസേർട്ടഡ് എന്ന അഡ്ജക്റ്റീവ് കൊടുക്കില്ല. അപ്പോൾ എന്ത് കൊടുക്കണം, ഡെസേർട്ടഡ്ലി എന്ന് വാക്കൂല്ല. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതി, സോളിറ്ററിലി, ലോൺലി എന്ന് കൊടുത്തു, അപ്പോൾ അത് കുഴപ്പമില്ല. മനസ്സിലായോ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു ലോൺ പറഞ്ഞപ്പോൾ ഓർത്തെ ഒരു ഇഡിയമുണ്ട്, ലോൺ വുൾഫ്. കേട്ടിട്ടുണ്ടോ? ലോൺ വുൾഫ്, ഒറ്റയാൻ. നമ്മൾ ഒറ്റയാൻ എന്നൊക്കെ പറഞ്ഞു മലയാളത്തിൽ, അത് ലോൺ വുൾഫ്. ഒരു പേഴ്സൺ, ഇഫ് യു കോൾ എ പേഴ്സൺ എ ലോൺ വുൾഫ്, ദാറ്റ് മീൻസ് അയാൾ പാക്ക്. വുൾഫ് ശരിക്കും പാക്കായിട്ട് നടക്കുന്നല്ലേ. വുൾഫുകളെല്ലാം എങ്ങനെയാ, വുൾഫ്സ് എങ്ങനെയാ, ചെന്നായികളൊക്കെ കൂട്ടത്തോടെ വരിക. പക്ഷേ ലോൺ വുൾഫ് ഉണ്ട്, അതായത് അവിടെ നിന്ന് ഒറ്റയ്ക്ക് മാറി നടക്കുന്ന ഒറ്റയാനുണ്ടാവും. അങ്ങനെ ലോൺ വുൾഫ് എന്നൊരു ഇഡിയമുണ്ട്, ഓർത്ത് വെച്ചു. ലോൺ പറഞ്ഞപ്പോൾ ഓർത്തെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയാൻ പറ്റില്ല, ടു വാക്ക് സോളിറ്ററിലി ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞു കേട്ടോ. പോസിറ്റീവ് സാഹം മീഡിയ. മൈ ഹാർട്ട് ഈസ് എ ലോൺ ഏരിയ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സ്പേസ് ഉണ്ടോ, ഫ്രീ ആണോ, കൊള്ളാം. കമ്പനി ഈസ് ലക്ക് ഇനഫ്. ദ കമ്പനി ഈസ് ലക്കി, വൈ വിട്ടുപോയതാന്ന് തോന്നുന്നു അല്ലേ. ദ കമ്പനി ഈസ് ലക്കി ഇനഫ് ടു ഗെറ്റ് എ വിൻഫോൾ പ്രോഫിറ്റ് ഈച്ച് ഇയർ. ഗ്രേറ്റ് കേട്ടോ, ലക്കി ആണ്, വൈ വിട്ടുപോയതാണെന്ന് തോന്നുന്നു രശ്മി, എന്ന് ഓർക്കുക. ദ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡിസ്ക്ലോസ് എ ക്രൈം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഹിന്റ് ഫ്രം എ സ്മോൾ ബോയ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, ഡിഫെക്ഷൻ. ഓൾ റൈറ്റ്. ഓക്കെ, പിളർപ്പ് അല്ലേ. ഓക്കെ, ഡിഫെക്ഷൻ. ഫാക്ഷൻ എന്ന് നമ്മൾ പറയും. യെസ്. സ്റ്റുഡൻസ് എക്സ്റ്റെൻസ് എക്സാം റിസൾട്ട്സ് ആഫ്റ്റർ റിവിഷൻ ഇസ് എ മൈൽ സ്റ്റോൺ ഓഫ് ദർ ലൈഫ്. സ്റ്റുഡൻറ് എക്സ്റ്റെൻസ് എക്സാം റിസൾട്ട്സോ, സ്റ്റുഡൻസ് എക്സ്റ്റെൻഡ്. സ്റ്റുഡൻറ് എന്ന് പറയുന്നതിൻ്റെ കൂടെ വേർബായിട്ടല്ല ഉപയോഗിക്കുന്നത്, അപ്പോൾ എക്സ്റ്റെൻഡ് കൊടുക്കണം. എക്സ്റ്റെൻഡ്. സ്റ്റുഡൻസ് പ്ലൂറൽ അല്ലേ, സബ്ജക്റ്റ് പ്ലൂറൽ അല്ലെങ്കിൽ ഷൈനി, വേർബ് പ്ലൂറൽ തന്നെ കൊടുക്കണം, എസ് വെട്ടിക്കളയാം. ഓക്കെ, സ്പ്ലിറ്റ് പാർട്ടി രണ്ടേ പ്ലൂറൽ അല്ലേ. എവിഡൻസ് ഇസ് ഫ്യൂട്ടൈൽ ആൻഡ് നോട്ട് ക്രെഡിബിൾ ഐദർ. ഗ്രേറ്റ്. കാലുവാരൽ ഒക്കെ അതിൻ്റെ കൂടെ കാണും മിസ്. യെസ്, അതുണ്ടാവും ഉറപ്പായിട്ടും. സം എക്സ്കവേഷൻ ഏരിയാസ് അല്ല ഗുരുദാസെ, സം എക്സ്കവേറ്റഡ് ഏരിയാസ് ഷുഡ് ബി അവോയ്ഡോ. അടിപൊളി. ഷുഡ് ബി കഴിഞ്ഞിട്ട് B+V3 ഫോം, ഷുഡ് ബി അവോയ്ഡഡ്. എപ്പോഴും ഓർത്ത് നോക്കുക, നിങ്ങളൊരു മോഡൽ ഓക്സിലറി വെർബിൻ്റെ കൂടെ ബി കൊടുക്കുന്ന രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ അതിൻ്റെ കൂടെ 3 കാര്യത്തിലൂടെ, ഒന്നെങ്കിൽ അഡ്ജക്റ്റീവ് കൊടുക്കാനായിരിക്കും. ഷുഡ് ബി എനർജറ്റിക്, യു ഷുഡ് ബി എനർജറ്റിക്. അല്ലെങ്കിൽ യു ഷുഡ് ബി ഗോയിങ് നൗ, നീ ഇപ്പോൾ പൊക്കോണ്ടിരിക്കേണ്ടവനാണല്ലോ, എന്നാ പറ്റി നീ പോകാത്ത, യു ഷുഡ് ബി ഗോയിങ് നൗ, കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കാം. അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഹാപ്പൻഡ്, അത് നടക്കേണ്ടതാണ്, പാസീവ്. അപ്പോൾ 3 യൂസേ ഉള്ളൂ ബി കഴിഞ്ഞിട്ട്, ഓർത്ത് വെച്ചോണം കേട്ടോ. ഗുരുദാസെ അപ്പോൾ എന്ത് കൊടുക്കണം, ഷുഡ് ബി അവോയ്ഡഡ് എന്നാണ് വരേണ്ടത്. അല്ലെങ്കിൽ ഷുഡ് അവോയ്ഡ് പീപ്പിൾസ് എൻട്രൻസ്, അങ്ങനെയാണ് പ്രശ്നം. ബി വേണ്ട അവിടെ, ബി വെട്ടിക്ക്, അല്ലെങ്കിൽ നീ ബി വെട്ടിക്ക്, അപ്പോൾ ക്ലിയർ ആവും. സം എക്സ്കവേറ്റഡ് ഏരിയാസ് ഷുഡ് അവോയ്ഡ് പീപ്പിൾസ് എൻട്രൻസ് എന്ന് കൊടുത്തപ്പോൾ കറക്റ്റ്. ദേ ഇൻസെന്റിവേറ്റഡ് ഹിം എ ലോൺ ലൈഫ്. കറക്റ്റാ പിന്നെ, കറക്റ്റാ.
RBC fans are a harbinger of credibility. Okay, great. The anti-defection law limits ability to form factions. Okay, great. Kerala Congress AZ was formed as a result of faction in Kerala Congress AY. All right. Okay. മാം ഒരു ഡൗട്ട് പറഞ്ഞോളൂ. ഡെയിലി ഹിന്ദു എഡിറ്റോറിയൽ കാണാറുണ്ട്, ബട്ട് ലൈവിലല്ല, റെക്കോർഡിംഗ് ആണ് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചോദിക്കാൻ പറ്റുക മാം? എന്തൊക്കെ വേർഡ്സ് നല്ല യൂസ്ഫുൾ ആണ് ഫോർ മൈ എക്സാമിനേഷൻ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്രിസ്റ്റി യു ക്യാൻ എനിക്കൊരു പേഴ്സണൽ ഇത് അയച്ചാൽ മതി. എന്താണ്? മെയിൽ അയച്ചാൽ മതി കേട്ടോ. പേഴ്സണൽ ഒരു മെയിൽ അയച്ചാൽ മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ക്രിസ്റ്റി എൻ്റെ ടെലിഗ്രാം ചാനലുണ്ടോ? ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു എന്ന ടെലിഗ്രാം ചാനലുണ്ട്. ഇല്ലാത്തവരെല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഓൾറെഡി അത് കുറയും. ഇനി ക്രിസ്റ്റിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു പേഴ്സണലായിട്ട് ഇമെയിൽ അയച്ചാൽ മതി. എൻ്റെ പ്രൊഫഷണൽ ഇമെയിൽ ഐ ഡി തരാം, rintu.sebastian@theratefAdda247.com. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്രിസ്റ്റിക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഇപ്പോൾ തന്നെ അങ്ങ് തന്നേക്കാം. Sebastian@theratefAdda247.com. All right, yes. Doubt ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നോ പ്രോബ്ലം. ഓക്കെ, ക്രിസ്റ്റിക്ക് ഒഴിക്കുക. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൾവേസ് സേ ടു ഹെർ. അല്ലല്ല, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൾവേസ് സേസ്. ഓൾവേസ് അല്ലേ, അപ്പോൾ സേസ് വേണ്ട. ബെസ്റ്റ് ഫ്രണ്ട് സിംഗുലർ അല്ലേ, അപ്പോൾ ആത്മീയ സേസ് ടു ഹെർ കമ്മിറ്റഡ് ഫ്രണ്ട് ദാറ്റ് ഷി വാസ് ഹാപ്പി ടു in being alone, but she always cry in front of me for being alone. being alone. അപ്പോൾ അവിടെ ഷീ വാസ് ഹാപ്പി എന്ന് പറയില്ല. പ്രസൻറ്റൻസിലെ സ്റ്റേറ്റ് ചെയ്യുന്നെങ്കിൽ അവിടെയും പ്രസൻറ്റൻസ്. അവിടെ വാസ് മാത്രം എന്തുകൊണ്ടാണ് പാസ്റ്റിൽ വന്നേ അവനെ ആത്മീയ, അത് തെറ്റ്. അപ്പോൾ ഇങ്ങോട്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൾവേസ് സേസ് ടു ഹെർ കമ്മിറ്റഡ് ഫ്രണ്ട് ദാറ്റ് ഷീ ഈസ് ഹാപ്പി ഇൻ ബീങ് അലോൺ, ബട്ട് ഷീ ഓൾവേസ് ക്രൈ ഇൻ ഫ്രണ്ട് ഓഫ് മീ ഫോർ ബീങ് ലോൺ. കേട്ടോ, സോൾട്ടറി റീപ്പ് അത് തന്നെ. ഓക്കെ, സം ഇൻവെൻഷൻ ഏരിയ ഈസ് സപ്പോസ് ആസ് ലോൺ ഏരിയ. ഓക്കെ, സപ്പോസ്ഡ് ആസ് അല്ല, സപ്പോസ് ടു ബി. സപ്പോസ് ടു കഴിഞ്ഞ് ടു ബി ആണ്. സപ്പോസ് ടു ബി ലോൺ ഏരിയാസ്. മോദി ഈസ് എ ലോൺ PM ഹു വിൽ ലീഡ്സ് അല്ല ഷാജി, ഹു വിൽ ലീഡ്. എസ് അവിടെ ആവശ്യമില്ലേ, ഹു വിൽ ലീഡ്. കാരണം ഏതൊരു മോഡൽ ഓക്സിലറി വെർബിന് ശേഷം എസ് വേണ്ട. സിംഗുലർ ഉപയോഗിക്കില്ല. V1 വെർബിന്റെ V1 ഉപയോഗിക്കുക. ലീഡ് ഇന്ത്യ സ്ട്രോങ്ലി. ഇന്ത്യ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. മോദിജിയുടെ M ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം, മറക്കരുത് കേട്ടോ. PM ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഷാജി ഓർക്കാം. റീഡിംഗ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, ഇപ്പോൾ കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഡെയിലി കാണാൻ ശ്രമിക്കാറുണ്ട്. ഗ്രേറ്റ് ക്രിസ്റ്റി. ലെറ്റ്സ് മൂവ് ഫോർവേഡ് അല്ലേ, നമുക്ക് സെറ്റാക്കി എടുക്കാം. അത് ഞാൻ പറഞ്ഞില്ലേ, വൺസ് നമ്മളെന്തെങ്കിലും ശീലമാക്കി കഴിഞ്ഞാൽ സെറ്റാവും. റീഡിംഗ് കോംപ്രിഹെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ബാർലി ഹാവ് ഐ സ്റ്റഡീഡ് വെൻ ദ കേസ് വെൻഡ് അഗൻസ്റ്റ് us. ഈ ബാർലിയുടെ കൂടെ വെൻ ഉപയോഗിക്കും. ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ, ബാർലി വെൻ ഉപയോഗിക്കുക കേട്ടോ. വെൻ ദ കേസ് വെൻഡ് അഗൻസ്റ്റ് us കൊടുത്തോട്ടോ ഷമാസെ. ഫാക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു, ഒരു ഗ്രൂപ്പ്, ഒരു ചെറിയൊരു ഗ്രൂപ്പ്, ഒരു സ്ഥലത്ത് നിന്ന് വഴക്കിട്ട് വന്ന് മാറി ഒരു ഗ്രൂപ്പ് ഉണ്ടായതിനെയാണ് ഫാക്ഷൻ എന്ന് പറയാം. പിന്നെ കേട്ടോ, ഫാക്ഷൻസ് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഫാക്ഷൻസ് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസിലാണ് ഫാക്ഷൻ എന്ന് പറയാം. ഒരു വലിയൊരു പൊളിറ്റിക്കൽ പാർട്ടി, ആ പൊളിറ്റിക്കൽ പാർട്ടിയോട് നമുക്ക് സ്വരച്ചേർച്ചയില്ലായ്മ, വി ആർ ഹാവിങ് സം ഡിസ്പ്യൂട്ട്സ്, അതിനോട് നമുക്കൊരു ആ ഒരു ഐഡിയോളജിയോട് നമുക്ക് ചേർന്ന് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അംഗമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേരുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ കുറച്ച് ഇപ്പോൾ എഡിറ്റോറിയൽ കമ്മിറ്റി ഞാൻ പറയാം, നമ്മൾ വേറെ വലിയ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിരുന്നു വിചാരിക്കുക. പക്ഷെ നമ്മൾ എല്ലാവർക്കും ഒരു സെയിം ഇതാണ്. പക്ഷെ നമുക്ക് അവരുടെ ഐഡിയോളജി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത്, ഒരു ചെറിയൊരു ഗ്രൂപ്പ്, സ്മോൾ ഗ്രൂപ്പ് വന്ന് ഒരു കൂടുന്നു. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് ഫാക്ഷൻ അല്ലെങ്കിൽ ക്ലീഗ്. മനസ്സിലായോ? അതിനെയാണ് പറയുന്നത്. ഓക്കെ, മൈ കസിൻ ഈസ് എക്സ്പെക്ടിങ് എ വിൻഫോൾ ഇൻ ഹിസ് 10th റിസൾട്ട്സ്. കൊള്ളാം, ഗ്രേറ്റ്. വെൻ ബാർലി കംസ് ഇൻ അയ്യോ അതെന്തായിരുന്നു, ഞാൻ കണ്ടില്ല. ഓക്കെ, യെസ്, English is with it. Frequent allegations against the ruling party of Kerala is a challenge for the credibility. Great. Windfall is also jackpot, right? അതെ, വിൻഫോളിനാണ് ജാക്ക്പോട്ട് എന്ന് പറഞ്ഞു. ബൊണാൻസ ജാക്ക്പോട്ട് അത് തന്നെ. അതെ അനു, അങ്ങനെ തന്നെ. വെൻ ബാർലി കംസ് ഇൻ എ ക്വസ്റ്റൻ ടാഗ് യൂസ് എ പോസിറ്റീവ് ടാഗ്. അത് തന്നെ, ബാർലി വന്നാൽ പോസിറ്റീവ് ടാഗ്. യെസ്, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നെഗറ്റീവ് മീനിങ് ആണ്, അപ്പോൾ അതനുസരിച്ച് ക്വസ്റ്റൻ ടാഗിൻ്റെ ഓർക്കണം. ബാർലി ഹാഡ് എ ബോട്ട് എ ബൈക്ക് ദാൻ ഇറ്റ് വാസ് കംപ്ലൈൻറ്റ്. that it got എന്താ പറയുക, കംപ്ലൈൻറ്റ് നൗണാ. കംപ്ലൈൻറ്റ് ഗുരുദാസെ കംപ്ലൈൻറ്റ് നൗണ്, ED ആണ് വേർബ്. പക്ഷേ അത് കംപ്ലൈൻ്റ് ആയി എന്നാണ് പറയുന്നതെങ്കിൽ ഇറ്റ് വാസ് ബ്രോക്കൺ ഡൗൺ അന്ന് കൊടുത്തു. ബ്രേക്ക് ഡൗൺ ആയി, അതാണ് സെറ്റ്. വെൻ ഇങ്ങനെ കൊടുക്കാം, ബാർലി ഹാഡ് ഐ ബോട്ട് എ ബൈക്ക് വെൻ ഇറ്റ് വാസ് ബ്രോക്കൺ ഡൗൺ എന്ന് കൊടുത്തു. അത് കറക്റ്റ് ആവും. പക്ഷെ കംപ്ലൈൻറ്റ് വന്നാൽ സെറ്റ് ആവില്ല, മീനിങ് സെറ്റ് ആവില്ല കേട്ടോ. പരാതിപ്പെടുക എന്നുള്ളതാണ് കംപ്ലൈൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതാണ്. Uptick of avoiding Indian citizenship in India, which shows mitigating credibility upon ruling regime and faction. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ,
വേർബ് എന്തേ? ആദ്യത്തെ ക്ലോസിലെ വേർബ് എന്തേ? ഹരി, അപ്റ്റിക് ഓഫ് അവോയ്ഡിങ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇന്ത്യയിലെ അവിടെ ഉള്ള വേർബ് എവിടെ? വേർബില്ല. വേർബ് വേണം. വേർബിലെ പണിപാളി. ഹാർട്ട് ഓഫ് എ സെന്റൻസ് ഇസ് മിസ്സിംഗ് ഹരി. ഇന്നാണ് ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞിരുന്നു, വേർബ് ഇല്ലാതെ പോയില്ലേ എന്ന് പറഞ്ഞായിരുന്നു. ദ ക്രെഡിബിലിറ്റി ഓഫ് ദ പാർട്ടി മെമ്പേഴ്സ് ഇസ് ക്വസ്റ്റൻഡ്. ദാറ്റ്സ് ഗ്രേറ്റ്. ദിസ് എ ഫാക്ഷൻ ഓഫ് മൈ കൊളീഗ്സ് ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് അല്ല, തെറ്റ്. ദർ ഇസ് എ ഫാക്ഷൻ ഓഫ് മൈ കൊളീഗ്സ് who are there is a faction of my colleagues, there is a group of my colleagues who are not satisfied without new deal എന്ന് കൊടുക്കാം. വിൻഫോൾ. അയ്യോ സോറി സ്പെല്ലിംഗ് അല്ലേ? ഐ ആം സോ സോറി അനു, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. ഐ ആം സോറി, ഇറ്റ്സ് വിൻഫോൾ. ഞാൻ പറഞ്ഞ വിൻഫോൾ ആണ്, പക്ഷേ എഴുതിയപ്പോൾ മാറിപ്പോയി. അയ്യോ എൻ്റെ സോറി, ഐ ആം സോറി. ഇവിടെ വിൻഫോൾ ആണ്, എഫ് ഉണ്ടേ. Oh God, I'm so sorry. Windfall അല്ല, it's windfall. WINDFALL. എൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, മൈ ബാഡ്. ഐ എം സോ സോറി ഫോർ ദാറ്റ്. മൂവിങ് ഓൺ, അടുത്ത സെറ്റ്. അപ്പോൾ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ബാച്ച് 25 ജൂലൈ 25 അടുത്ത തിങ്കളാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ ആർക്കെങ്കിലും? ജോയിൻ ചെയ്യാൻ ബേസിക്സ് ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ എഡിറ്റോറിയൽ കുട്ടികളൊക്കെ എന്നോട് എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ബേസിക്സ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും വന്ന് ജോയിൻ ചെയ്യാൻ. നമ്മൾ ഒരു പുതിയ ബാച്ചാണ്, കംപ്ലീറ്റ്ലി ബേസിക് മുതൽ കൈകാര്യം ചെയ്യുന്നത്. 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം. 40 അവേഴ്സിൻ്റെ ക്ലാസ്സാണ്. 4 മണിക്കാണ് കൂടുതൽ ക്ലാസ്സും വരെ. 1-2 ദിവസങ്ങൾ, ഒരു 5 ദിവസമൊക്കെ എനിക്ക് റീമാമിസും തിരക്കുള്ള ദിവസങ്ങളിൽ 12 മണിക്കുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, ഡിഗ്രി പ്രിപ്പറൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, ഇംഗ്ലീഷ് വളരെ ചിലർ പറയുന്നുണ്ട് ഗ്രാമർ ഒന്നും എനിക്കൊന്നും അറിയില്ല മിസ്സേ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങൾ തന്നെയോ ഒക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കേണ്ട. നമ്മുടെ കോഴ്സ് 899 ആണ് നമ്മുടെ കോഴ്സ് ഫീ. 899 രൂപയ്ക്ക് ഡിസ്കൗണ്ടോട് കൂടിയതാണ്. Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടെ അവൈൽ ചെയ്യാം. അതുപോലെ മാത്തിന് നിങ്ങൾ കുറവാണെങ്കിൽ, ഒരുപാട് എക്സാംസിന് മാത്ത് നോക്കുമ്പോൾ മാത്ത് മാത്രം കൊണ്ട് മാർക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ മാത്തിനും റീസണിങ്ങിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈസി മാത്സിൻ്റെ ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്, ഗണിത മന്ത്ര 2.0. PSC എക്സാം മുതൽ ബേസിക്സ് കവർ ചെയ്യുന്നതാണ്. ഓഗസ്റ്റ് 1-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 4 മുതൽ 5 വരെയാണ് ടൈം, ഓർത്ത് വെച്ചോളാം. മൂവിങ് ഓൺ ടു അടുത്ത സെറ്റ്, ലാസ്റ്റ് സെറ്റ്, ആർഡ്വസ്. ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആർഡ്വസ് ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. ആർഡൻറ്റുമായിട്ട്, ആർഡൻറ്റ് പറയാമോ? എന്താ ആർഡൻറ്റ്? ഇതും അഡ്ജക്റ്റീവാ. ആർഡൻറ്റും ആർഡ്വസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാമോ? ആർഡൻറ്റ് നിങ്ങൾ പറയാം, ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആർഡ്വസ് പറഞ്ഞുതരാം. ആർഡൻറ്റ് നിങ്ങൾക്ക് അറിയാവുന്നവർ പറയൂ. ആർഡ്വസ് പറഞ്ഞാൽ ഓണറസ് പറഞ്ഞാൽ HONES ONE. ഓണറസ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട്, വളരെ എഫേർട്ട് എടുക്കുന്ന, വളരെ ട്രബിൾസം ആയിട്ടുള്ള, ഇറ്റ് ഇൻക്ലൂഡ്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ആൻഡ് ട്രബിൾ. അതിനാണ് ആർഡ്വസ് എന്ന് പറയാം. ഭയങ്കര കഷ്ടപ്പാടാണ്, ടയറിങ്, ഡിഫിക്കൽട്ട്, ലബോറിയസ് എന്നാണ് ആർഡ്വസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ, ആർഡ്വസ് എന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ആർഡൻറ്റ് എന്ന വാക്ക് ഇതുമായിട്ട് എപ്പോഴും എന്താ പറയുക, ഇതുമായിട്ട് നമ്മളെല്ലാം എപ്പോഴും ഇത് വരുന്ന വാക്കാണ്. എൻ്റെ പേരെന്താ, കൺഫ്യൂഷൻ അടിക്കുന്നൊരു വാക്കാണ്, സ്പെല്ലിങ് ഞാൻ വിട്ടുപോലും എന്നാലും. അപ്പോൾ വരുന്ന വാക്കാണ്. എന്താണെന്നറിയോ ആർഡൻറ്റ്? ഐ എം ആൻ ആർഡൻറ്റ് സപ്പോർട്ടർ ഓഫ്, കേട്ടിട്ടുണ്ടോ? ഐ എം ആൻ ആർഡൻറ്റ് സപ്പോർട്ടർ ഓഫ് ഇന്നത് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. സ്റ്റോഞ്ച് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? സ്റ്റോഞ്ച്. ആർഡൻറ്റ് ബിലീവർ, ആർഡൻറ്റ് സപ്പോർട്ടർ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ട് പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് മീനിങ് എന്ന് പറയൂ. In India, there occurred several factions among political parties. Okay, great. BJP partitions are partitions alla partisans. Vinu, partisans alle followers alle partisans. PARTISANS partisans. Spelling marpole CI avada cut ചെയ്തിട്ട് അവിടെ ഒരു S ഇട്ട് കൊടുത്താൽ മതി. Partisans are vociferous about Modiji's government, but actually they put India into a quagmire. Great. Surat split of 1907 lead to the formation of two factions in INC, moderates and extremists. Lead alla led Nadisha led കഴിഞ്ഞ കാര്യമല്ലേ, led 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 അല്ല, ലീഡ് ആണ്, അത് ലീഡ്. മറ്റേ ലെഡ് നമ്മൾ പറയില്ലേ, ഒരു എലമെന്റ് ലെഡ്, അതൊക്കെയാണ് നൗൺ ആയിട്ട് വരുമ്പോൾ. അല്ലാതെ ലീഡിന്റെ പാസ്റ്റൻസ് ലെഡ്, LED ലെഡ് ആണ് കേട്ടോ, അത് ഓർത്ത് വെച്ചോണം. He's a credible person. Great. Representative must be trustworthy to people. Great. The prosecution did its best to undermine the credibility of the witness. Great. Ardent fan of Ajit Singh. Hardcore. Yes. Ardent എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സ്റ്റോഞ്ച്, പാഷനറ്റ് അല്ലേ? നല്ല സ്റ്റോഞ്ച് സപ്പോർട്ടർ ആണ്, അല്ലെങ്കിൽ വളരെ ഭയങ്കര എന്താ പറയുക, പാഷനറ്റ് ആയിട്ടൊരു കാര്യത്തെ അതിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ യു സേ പാഷനറ്റ് ആണ്, അതിനോട് ഭയങ്കര പാഷനുണ്ട്, അതിനൊക്കെയാണ് നമ്മൾ പറയാം ആർഡൻ എന്ന വാക്ക്. മറക്കണ്ട കേട്ടോ, ഇതും ആർഡ്വസ് മാറിപ്പോരുത്. അടുത്ത വാക്ക് സ്റ്റിപ്പുലേഷൻ. കേട്ടുണ്ടോ? സ്റ്റിപ്പുലേറ്റ് ചെയ്യുക, ഇതിന്റെ വേർബാ സ്റ്റിപ്പുലേറ്റ് ചെയ്യുക. സ്റ്റിപ്പുലേഷൻ നൗൺ. സ്റ്റിപ്പുലേഷൻ മീൻസ് കണ്ടീഷൻ, പ്രൊവിസോ, പ്രീ റിക്വസ്റ്റ്,
എസെൻഷ്യൽ, റിക്വയർമെന്റ് എന്നൊക്കെ അർത്ഥം. കണ്ടീഷൻ, റിക്വയർമെന്റ് എന്നൊക്കെയാണ് സ്റ്റിപ്പുലേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. സ്റ്റിപ്പുലേറ്റ് അതിന്റെ വേർബാണ്. സ്റ്റിപ്പുലേറ്റ് ചെയ്യാം. സ്റ്റിപ്പുലേറ്റ് ചെയ്യുക, സിഗ്നിഫൈ ചെയ്യുക എന്നൊക്കെ അർത്ഥം. സിഗ്നിഫൈ ചെയ്യുക എന്നൊക്കെ പറയില്ല അത്. അപ്പോൾ റിക്വയർമെന്റ്, കണ്ടീഷൻ എന്നൊക്കെയാണ് അർത്ഥം. പ്രീ റിക്വസ്റ്റ് കണ്ടില്ലേ, റിക്വയർമെന്റ്, കണ്ടീഷൻ, പ്രൊവിസോ എന്നൊക്കെയാണ് സ്റ്റിപ്പുലേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത വാക്ക് പ്രോക്സിമിറ്റി. നിങ്ങൾ നൈദർ നോറും ഐദർ ഓറും നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും റൂൾ ഓഫ് പ്രോക്സിമിറ്റി പഠിക്കണം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഇന്നലെ റീമ മിസ് ഈസി ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നില്ലേ, നൈദർ നോറും ഐദർ ഓറും അതുപോലെ തന്നെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ കേൾക്കുമ്പോൾ സുഖം ഇല്ലെങ്കിൽ പോലും വേർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? അതായത് നൈദർ നോർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് അല്ലെ, നോറ് കഴിഞ്ഞിട്ട് അല്ലെ, നോറിന് തൊട്ട് മുമ്പുള്ള സബ്ജക്റ്റ്. വെർബിന്റെ തൊട്ടടുത്തുള്ളൂ. പ്രോക്സിമിറ്റി റൂൾ പാലിക്കണം എന്ന് പറയുന്നത്. പ്രോക്സിമിറ്റി റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈദർ നോർ ആയാലും ഐദർ ഓർ ആയാലും നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആയാലും നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റ് വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് അനുസരിച്ച് വേണം വെർബിനെ കൊടുക്കാൻ. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനെ ആണെന്നുള്ള കാര്യം ഓർക്കുക. നൈദർ നോറും ഐദർ ഓറും, അതാണ് പ്രോക്സിമിറ്റി റൂൾ എന്ന് പറയാം. അപ്പോൾ പ്രോക്സിമിറ്റി എന്ന് പറയുമ്പോൾ അടുത്ത് കിടക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, തൊട്ടടുത്ത് കിടക്കുന്ന. പ്രോക്സിമിറ്റി മീൻസ് ക്ലോസ്നെസ്, നിയർനെസ്, പ്രസൻസ്. പ്രോക്സിമിറ്റി ഭയങ്കര കേട്ട് പരിചയമുള്ളതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ. സോ പ്രോക്സിമിറ്റി മീൻസ് നിയർനെസ്, ക്ലോസ്നെസ്, പ്രസൻസ്. ഓർത്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ, ഓർത്ത് വെച്ചോളാം. The refugees made an arduous journey through the mountains. Great. Partisans S ആണ്, C അല്ല അല്ല കേട്ടോ, C അല്ല കേട്ടോ. Partisan. Bailout saved him from the arduous situation. Great. Managing this club is a arduous അല്ല. പോസിറ്റീവ് സാഹു മീഡിയ ആൻ ആർഡുവസ്. സൗണ്ട് വവൽ സൗണ്ട് ആണ്. വവൽ സൗണ്ടിന് ആൻ കൊടുക്കണം. ആൻ ആർഡുവസ് റെസ്പോൺസിബിലിറ്റി. രണ്ടിന്റെയും ഓരോ മീനിങ് അല്ല, രണ്ടിന്റെ സ്പെല്ലിംഗ് ഒന്നല്ല. ലീഡിന്റെ പാസ്റ്റൻസ് എന്താ? ലെഡ് ആണ്. LED ആണ് കേട്ടോ. നമ്മുടെ LED ബൾബിന്റെ ലെഡ് ഇല്ല, ആ ലെഡ് കേട്ടോ. V1 V2 ഒന്ന് അടിച്ചു കൊടുത്തേ, ഇപ്പൊ കിട്ടുമല്ലോ. എന്താ നന്ദീഷ, അത് നമുക്ക് തെറ്റുന്ന കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ പ്രശ്നമില്ല, മാർക്കൊക്കെ കിട്ടും. പക്ഷെ അത് ലെഡിന് നമ്മൾ പറയുന്ന എലമെന്റ് ഇല്ലേ, എലമെന്റ് ലെഡ് കറക്റ്റാ. പക്ഷെ ലീഡിന്റെ പാസ്റ്റൻസ് ലെഡ് ഇല്ലേ, അത് ഓർത്ത് വെച്ചോ, അത് മറന്നു പോരുത് കേട്ടോ. ഈ സാധനം ഇടയ്ക്ക് നമുക്ക് കയ്യിൽ നിന്ന് പോകും. ലീഡാണ് V1, പക്ഷെ ലീഡ് ടു LED ആണ്. V2 ആണെങ്കിലും V3 ആണെങ്കിലും LED ആണ്. ഓർത്തോണം, LED അതാണ് ലെഡ്. ഞാൻ ഒരുപാട് തവണ നമ്മുടെ എഡിറ്റോറിയൽ അത് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അടുത്ത് നോക്കിയേ, ക്വസ്റ്റ്. എന്താ ക്വസ്റ്റ്? നമ്മുടെ ആർഡ്വസ് സെർച്ച് ഇല്ലേ, ഈ ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു സെർച്ച് അല്ല. ക്വസ്റ്റ് ഫോർ ലൈഫ്. നമ്മുടെ ഇതറിയില്ലേ, ആൽക്കമിസ്റ്റിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ, ക്വസ്റ്റ്. അപ്പോൾ ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർഡ്വസ് സെർച്ച് ആണ്. വെറും സെർച്ച് അല്ല, ആർഡ്വസ് സെർച്ച്. അതായത് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് നമ്മൾ എടുക്കുന്ന ഒരു സെർച്ച് ഉണ്ടല്ലോ, ഹണ്ട് ഉണ്ടല്ലോ, പെർസ്യൂട്ട് ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ക്വസ്റ്റ്. ചില്ലറ ഇതല്ല, സെർച്ച് അല്ല, വെറുമേ ഒരു സെർച്ച് അല്ല. നമ്മൾ ലൈഫിൽ ഏറ്റവും കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തൊരു കാര്യം സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ക്വസ്റ്റ് ഓഫ് ലൈഫ് എന്ന് കേട്ടിട്ടുണ്ടോ? സംതിങ്, ക്വസ്റ്റ് ഫോർ സംതിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ക്വസ്റ്റ് ഓഫ് ലൈഫ്, ക്വസ്റ്റ് ഫോർ സംതിങ് എന്നൊക്കെ പറയാം. അടുത്തത് നോക്കിക്കേ, അൺപ്രസിഡന്റഡ്. കേട്ട് പരിചയമുള്ളതാണ്, നമ്മൾ ഒരുപാട് നമ്മുടെ എഡിറ്റോറിയൽ പറഞ്ഞാണ്. അഡ്ജക്റ്റീവ് ആണ്. അൺപ്രസിഡന്റഡ് മീൻസ് അൺപാരലൽഡ്. അതിന് നമുക്ക് പകരം വെക്കാനില്ലാത്ത. അൺപ്രസിഡന്റഡ്, അൺഈക്വൽഡ് എന്നൊക്കെ പറയും. ഓർത്ത് വെച്ചോണം, അഡ്ജക്റ്റീവ് പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഡെഫർ ചെയ്യുക വേർബ്. ഡെഫറൽ അതിന് നൗൺ. പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റി വെക്കുക, എക്സ്റ്റെൻഡ് ചെയ്യുക. ഇപ്പൊ എക്സ്റ്റെൻഡ് കണ്ടില്ലേ, എക്സ്റ്റൻഷൻ, ഡിലേയിങ്, പോസ്റ്റ്പോൺമെന്റ് എന്നാണ് ഡെഫറൽ എന്ന വാക്കിന്റെ അർത്ഥം. ഈ നമ്മൾ കൊമേഴ്സ് പഠിക്കുന്നവർക്ക് ഇക്കണോമിക്സ് ഒക്കെ പഠിക്കുന്നവർ ഡെഫറൽ അറിയായിരിക്കും. ഡെഫറൽ ബാങ്കിനെ പറ്റിയൊക്കെ അത്യാവശ്യം അല്ലെ, അതിനെ പറ്റിയൊക്കെ അറിയാവുന്നവർക്ക് ഡെഫറൽ അറിയായിരിക്കും. ഡെഫറൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ പോസ്റ്റ്പോൺമെന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഡെഫർ എന്നുള്ളത് വേർബാണ്. ഡിഫർ മാറിപ്പോയത് ഡെഫർ വേർബ്, ഡെഫറൽ നൗൺ, പോസ്റ്റ്പോൺമെന്റ്, ഡിലേയിങ്, എക്സ്റ്റൻഷൻ. അപ്പൊ ഡെഫർ ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക, പോസ്റ്റ്പോൺ ചെയ്യുക, ഡിലേ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓർത്തോണേ, മറക്കല്ലേ. ഓർക്കട്ടെ, അടുത്ത് നോക്കട്ടെ. ഹെർക്കുലൻ ടാസ്ക് മീൻസ് an arduous task. Yes, correct. A soldier's arduous work keeps us safe. Yes. Once arduous what? Once arduous what? Arduous adjective. ഗുരുദാസ് adjective ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, കൂടെ noun വേണം. Once arduous task, once arduous life, once arduous journey made one an ardent in one's field. Okay, കൊടുക്കാം. Okay. ലെഡ് എന്നല്ല ഉദ്ദേശിച്ചത്. അപ്പൊ ലെഡ് എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ LED ലെഡ് ആട്ടോ നന്ദിഷ. I'm an ardent fan of MS Dhoni. Yes. Here the rich and the poor live in
Here the rich and the poor live in close proximity. Great. Kollam. He undertook arduous work in order to bail out. Bail out in order to കഴിഞ്ഞിട്ട് V1 not noun. Bail കഴിഞ്ഞിട്ട് gap വേണം കേട്ടോ. Okay. I always miss the proximity of my mother in the hostel life. Okay, great. Kerala PSC aspirants face a lot of arduous problems in their life while preparing exam. Preparing exam അല്ല, preparing for. Prepare എന്ന് പറഞ്ഞ ഇതായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ട്രാൻസിറ്റീവ് ആയിട്ടും ഇൻട്രാൻസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കും. ഇവിടെ എക്സാം പ്രിപ്പയർ ചെയ്യുവാണോ, നിങ്ങൾ എക്സാം ഉണ്ടാക്കുവാണോ? അല്ല, എക്സാമിന് പ്രിപ്പയർ ചെയ്യുവാണോ? അല്ലേ? യു ക്യാൻ പ്രിപ്പയർ എ ബിരിയാണി. എനിക്ക് ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ അറിയാം, ഞാൻ ബിരിയാണി പ്രിപ്പയർ ചെയ്യും. മേക്ക് അർത്ഥം, പ്രിപ്പയറിന് മേക്ക് എന്നൊരു അർത്ഥമുണ്ട്. അല്ലാതെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കാം, പ്രിപ്പയർ ചെയ്യുക. സോ പ്രിപ്പയറിംഗ് ഫോർ എക്സാംസ് വേണേ ഷൈനി ശ്രദ്ധിക്കാം. ഇൻക്വസ്റ്റ്, ക്വസ്റ്റ്, യെസ്. പ്രസൻസ് ഓഫ് മോർ ഫ്രോഗ്സ് ഷോ ദ പ്രോക്സിമിറ്റി ഓഫ് വാട്ടർ ബോഡീസ്. യെസ്. എ ക്വസ്റ്റ് ഫോർ ദ സൊല്യൂഷൻ ഷുഡ് ബി സ്റ്റാർട്ടഡ് ഇമീഡിയറ്റ്ലി. ഗ്രേറ്റ്. ഐ മീൻ ക്വസ്റ്റ് ഓഫ് ഹാപ്പിനെസ്. ലുക്ക് വിത്തിൻ എന്ന് പറഞ്ഞു. ലുക്ക് വിത്തിൻ എന്നാലേ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുള്ളൂ, അല്ലേ? ഹാപ്പിനെസ് ഇസ് നോട്ട് മെയ്ഡ് അല്ലെ? ഹാപ്പിനെസ് ഇസ് നോട്ട് അവിടെ തന്നെ കിട്ടുന്ന ഒരു സാധനമല്ല, പോയി കിട്ടുന്നല്ല. ഇറ്റ് ഈസ് മെയ്ഡ്, നമ്മൾ തന്നെ മേക്ക് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറയും. പാർവതി. ക്വസ്റ്റ് ഫോർ വാട്ടർ ഇൻ ഡെസേർട്ട് ഇസ് എൻ ആർഡ്വസ് തിങ്. യെസ്. After 1 year, okay, ശരി. After 1 year deferral, the borrower repays the loan over 5 years. Yes. The exam is deferred to next week. Right. Everyone who stipulates കൊള്ളാം. Everyone ആയതുകൊണ്ട് stipulates. His arduous what? ഗുരുദാസൻ നിനക്ക് മിസ്സിംഗ് ആ, നൗൺ മിസ്സിംഗ് ആ. Everyone who stipulates his arduous എന്ത്, ഒരു നൗൺ അവിടെ വേണം. That makes him an unprecedented what? വീണ്ടും നീ അഡ്ജക്റ്റീവ് തന്നെ എഴുതുക. That makes him an unprecedented what? An unprecedented person, an unprecedented candidate. എന്താ വേണ്ടേ കൊടുക്കാം, അതോട് കൊടുത്തേ. രണ്ടെടുത്തും ആർഡ്വസിന് ശേഷം നൗൺ, അൺപ്രസിഡന്റിന് ശേഷം നൗൺ കൊടുക്കുക. നോ വൺ ക്യാൻ അൺപ്രസിഡന്റഡ് അല്ല. നോ വൺ ക്യാൻ വാട്ട്? നോ വൺ ക്യാൻ റൈവൽ, നോ വൺ ക്യാൻ ഇക്വേറ്റ് എന്നൊക്കെ കൊടുത്തു. ദ ഫോമർ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. നോ വൺ ക്യാൻ ഇക്വേൽ ആക്കാൻ പറ്റില്ല എന്ന് കൊടുത്തു കേട്ടോ. APJ അബ്ദുൽ കലാം ഈസ് എൻ അൺപ്രസിഡന്റഡ് ലീഡർ. കാരണം അൺപ്രസിഡന്റഡ് നീ ഉപയോഗിച്ചേക്കുന്ന ഇവിടെ എന്തായിട്ടാ? ഇവിടെ അഡ്ജക്റ്റീവ് അല്ലേ? അൺപ്രസിഡന്റഡ് അഡ്ജക്റ്റീവാ. അല്ലെങ്കിൽ ക്യാനിൻ്റെ കൂടെ ഉപയോഗിക്കില്ല, ക്യാനിൻ്റെ കൂടെ V1 കൊടുക്കാം കേട്ടോ. Treasure quest is one of the interesting competition in tech events. Okay, great. പോരാ, വൺസ് ആർഡ്വസ് എന്ന് പോരാ, അതാ പറഞ്ഞേ ഗുരുദാസേ. വൺസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ എന്ത്. വൺസ് എന്ന് പറയുന്ന ഒരു പൊസസീവ് അല്ലേ? പൊസസീവിന്റെ കൂടെ നൗൺ വേണ്ട കൊടുക്കാനായിട്ട്. അഡ്ജക്റ്റീവ് തൊട്ടടുത്ത് കൊടുത്ത് കുഴപ്പമില്ല. വൺസ് ആർഡ്വസ് വാട്ട്? വൺസ് ആർഡ്വസ് ടാസ്ക്, വൺസ് ആർഡ്വസ് എഫേർട്ട്, വൺസ് ആർഡ്വസ് ജേർണി, വൺസ് ആർഡ്വസ് ലൈഫ്. മനസ്സിലായോ? ദ ക്വസ്റ്റ് ഓഫ് മീ ഫൈൻഡിങ് a quest of me finding a credible way to enrich vocabulary entered in Rintu ma'am's editorial sessions. അവിടെ ഒരു തെറ്റ് പറഞ്ഞുതരാം. ഫൈൻഡിങ് ജെറണ്ട, ക്ഷമാസം നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? ഫൈൻഡിങ് ജെറണ്ടിന്റെ തൊട്ട് മുമ്പ് എന്ത് കൊടുക്കണം? എന്താ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ കൊടുക്കരുത്, മറിച്ച് പോസസീവ് അഡ്ജക്റ്റീവ് കൊടുക്കണം. മൈ ഫൈൻഡിങ്, ദ ക്വസ്റ്റ് ഓഫ് മൈ ഫൈൻഡിങ് എ ക്രെഡിബിൾ വേ. തെറ്റ് കേട്ടോ, അവിടെ ഒന്ന് ശ്രദ്ധിക്കാം. മൈ ഫൈൻഡിങ്. സോൾട്ട് ഇസ് എ മാൻഡേറ്ററി സ്റ്റിപ്പുലേറ്റ് അല്ല. ഫോൾട്ട് ഇസ് എ മാൻഡേറ്ററി സ്റ്റിപ്പുലേറ്റോ? സ്റ്റിപ്പുലേറ്റ് നൗൺ അല്ല, സ്റ്റിപ്പുലേഷൻ നൗൺ, സ്റ്റിപ്പുലേറ്റ് വേർബ്. ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ജസ്റ്റ്. Rintu ma'am is an unprecedented English teacher. ചിപ്പിന്ന് തന്നെ ഫുൾ പൊക്കലാണല്ലോ. ഞാൻ നിലത്തെങ്ങാനും വീണ് പോട്ടോ, തലയൊക്കെ അവിടെ പോയി തട്ടി തെറിച്ച്. Though it is an adverse effort to fight against Russia, Ukraine is continuing its protest. Yes, നല്ല കാര്യം അല്ലേ അത്? Try again. എന്നാലേ നമ്മൾ സക്സസ് ചെയ്തോളൂ എന്ന് പറയില്ലേ, അതുപോലെ. It is arduous what? അവിടെയും പ്രശ്നമുണ്ട്. അവിടെ ഇത് കറക്റ്റാ ഗുരുദാസ്. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ നീ ശ്രദ്ധിച്ചേ. ഇറ്റ് ഈസ് ആർഡ്വസ് ടു ക്വസ്റ്റ്, ഇറ്റ് ഈസ് ആർഡ്വസ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആൻ ഇല്ലെങ്കിൽ കറക്റ്റാ. ഇറ്റ് ഈസ് ആർഡ്വസ് ടു ക്വസ്റ്റ്. ക്വസ്റ്റ് വേർബായിട്ട് ഉപയോഗിക്കില്ല കേട്ടോ വിനു, അതൊരു പ്രശ്നമുണ്ട്. വേർബായിട്ട് ഉപയോഗിക്കില്ല. അപ്പം എന്ത് കൊടുക്കാം? ഇറ്റ് ഈസ് ആർഡ്വസ് ടു സെർച്ച് എ ഗായ് ഇൻ ദ ക്രൗഡ് ഓഫ് തൃശ്ശൂർ പൂരം. ക്വസ്റ്റ് പറ്റില്ല, ക്വസ്റ്റ് ശരിയല്ല. അവിടെ ക്വസ്റ്റിൻ്റെ മീനിങ്ങേ ഇല്ല. ക്വസ്റ്റ് വേർബ് അല്ല, നൗണാണേ. Such as Trishur Puram, but Tessa takes up the gauntlet because of her sanguine nature. നീ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളല്ലേടാ. I always defer my assignments. കൊള്ളാം. പോസ്റ്റ്പോൺ ചെയ്യല്ലേ? ഗ്രേറ്റ്. അത് കൊള്ളാം, നല്ല സ്വഭാവം അല്ലേ? നല്ല സ്വഭാവം. ഞാൻ പറയുന്ന ആരോടും പറയണ്ട, കൊള്ളില്ല കേട്ടോ, അത് കൊള്ളില്ലാത്ത സ്വഭാവം. വെറുതെ അങ്ങനെ ചെയ്തിട്ട് അവസാനം പിന്നെ നമുക്ക് ഇരട്ടിപ്പണിയാവും, അതാണ് പ്രശ്നം. മൂവിങ് ഓൺ ടു ആർട്ടിക്കിൾസ്. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിളോട്ട് പോകുമ്പോൾ പിള്ളേരെ, ആർട്ടിക്കിളോട്ടോ സമയം ഒരുപാടായി, നമ്മളിങ്ങനെ തമാശയും അതും ഇതൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞു. ലെറ്റ്സ് മൂവ് ടു സേവിങ് മദേഴ്സ്. ഇന്നത്തെ ആർട്ടിക്കിൾ ഇതാണ്, സേവിങ് മദേഴ്സ്. അപ്പോൾ അമ്മമാരെ സംരക്ഷിക്കുക. അമ്മമാരെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് നോക്കിയേ, ഇവിടെ ഉദ്ദേശിക്കുന്ന സേവിങ് മദേഴ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ
ഇവിടെ ഓരോ സർവേ വരുമ്പോൾ നമുക്കറിയാം maternal mortality rate, maternal health-നെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിളാണ്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഇന്ന് നമുക്ക് വായിക്കാൻ പോകുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിളിലോട്ട് വൊക്കാബുലറി ഒക്കെ മനസ്സിലായെങ്കിൽ ഒരു തംസ് ഇട്ട് എല്ലാവരും. Perseverance is one of the unparalleled things to get success in life. Great. That's great. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വേർഡ്സ് മനസ്സിലായെങ്കിൽ, വൊക്കാബുലറി മനസ്സിലായെങ്കിൽ തംസ് അപ്പ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക. ലൈക്ക് ഇടാത്തവരെല്ലാവരും ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. മൂവിങ് ടു ദ ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിൾ ഇതാ പിടിച്ചോ. സേവിങ് മദേഴ്സ്. മെറ്റേണൽ ആണ് ഞാൻ പറയട്ടെ. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അങ്ങനെ ഡേറ്റ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന പ്രശ്നമാണ് അല്ലേ. എന്തെങ്കിലും ഒരു സർവേ വരണം മനുഷ്യന് ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മുടെ നാട്ടിൽ അങ്ങനെ എല്ലാവർക്കും ഒരു സർവേ വരാൻ വേണ്ടി കാത്തിരിക്കുക, ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ബോധം എവിടം വരെ ആയി എന്നുള്ളത്. ഓക്കെ, ലെറ്റ് സീ. Data on MMR should lead to restructuring health care systems for women. നോക്കിക്കേ, ലീഡ് ടു എന്ന് പറയുന്ന ഒരു ഫ്രേസാണ്. ഫ്രേസിന് ശേഷം നിങ്ങൾക്ക് റീസ്ട്രക്ചറിങ് ജെറണ്ട് വരാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് വേർബിന് ശേഷം നിങ്ങൾക്ക് ഒരിക്കലും ടു ഇൻഫിനിറ്റീവേ കൊടുക്കാൻ പാടുള്ളൂ. ഒരു വേർബൊക്കെ കഴിഞ്ഞിട്ട് വേർബ് കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ നിങ്ങളൊരു ശ്രദ്ധിച്ചോണം, ഒരു ഫ്രേസിന് ശേഷം നിങ്ങൾക്ക് ജെറണ്ട് കൊടുക്കും. ഇവിടെ ജെറണ്ട കൊടുത്തേക്കുന്നത് അത് നിങ്ങൾ പിന്നെ പഠിക്കും, ക്ലാസ് ഒക്കെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഡേറ്റ ഓൺ MMR, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഷുഡ് ലീഡ് ടു റീസ്ട്രക്ചറിങ് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഫോർ വിമൻ. അപ്പോൾ ഡേറ്റ വന്നിട്ടുണ്ട് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിന്റെ. അപ്പോൾ ഇത് വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? റീസ്ട്രക്ചർ, നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം വിമന് വേണ്ടിയിട്ട്. അപ്പോൾ സ്ത്രീകളുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്. ഓണേഴ്സ് എന്ന വേർഡ് ഡിസ്കസ് ചെയ്തപ്പോൾ നീ പറഞ്ഞാലേ ഓർക്കുന്നുണ്ട്. അതാണ് ഓർക്കുന്നുണ്ട്. യെസ് വിനു, യെസ്, ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് സീ. നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. ഫ്യൂ തിങ്സ് ഇൻ സയൻസ് ഓർ സോഷ്യൽ സയൻസ് ആർ ആസ് ഇൻകോൺടെസ്റ്റബിൾ ആസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റേണൽ ഹെൽത്ത് ടു ഹ്യൂമൻ ഡെവലപ്മെന്റ്. Maternal mortality indicates a women's ability to access healthcare, contraceptive devices, nutrition, and in a sense is a mark of efficiency of a healthcare system in responding to demands made of it. A recent study published in the peer-reviewed journal PLOS Global Public Health casts a shadow over the progress of healthcare targeting women in the country, but also questions the reliability of the country's own periodic estimates of maternal mortality. അപ്പോൾ നോക്കിക്കേ, നമ്മളുടെ സയൻസിൽ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ എടുക്കുവാണെങ്കിൽ ദർ ആർ ഫ്യൂ തിങ്സ് എന്ന് പറഞ്ഞാൽ ദർ ആർ നോ തിങ്സ്. ഫ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോ നോ തിങ്സ്, ഒരു കാര്യവുമില്ല, വിച്ച് ആർ ഇൻകോൺടെസ്റ്റബിൾ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിസ്പ്യൂട്ടബിൾ ആയിട്ട് ആസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റേണൽ ഹെൽത്ത്. അപ്പോൾ അതായത് മെറ്റേണൽ ഹെൽത്തിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ഒരു സാധനവും നിങ്ങൾക്ക് സോഷ്യൽ സയൻസിലോ കാണാൻ പറ്റത്തില്ല എന്ന് കേട്ടോ. കാര്യം അവയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് മെറ്റേണൽ ഹെൽത്തിൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് വേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് സയൻസിലോ സോഷ്യൽ സയൻസിലോ കണ്ടെത്താൻ പറ്റില്ലെന്നാണ് ഓതർ പറയുന്നത്, അക്കോർഡിംഗ് ടു ഓതർ. ലെറ്റ്സ് സീ. അപ്പോൾ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? വിമൻ്റെ ഹെൽത്ത് കെയറിൻ്റെ ആക്സസ് എന്തോരുണ്ട്, എത്ര ആക്സസിബിലിറ്റി ഉണ്ട് ഹെൽത്ത് കെയർ സിസ്റ്റത്തിനോട് അല്ലേ. നമുക്ക് ഓരോന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തു പോകും. അപ്പോൾ ഒരാളുടെ ഒരു വിമൻ്റെ ആക്സസ് ടു ഹെൽത്ത് കെയർ സിസ്റ്റം, കോൺട്രസെപ്റ്റീവിൻ്റെ യൂസേജ്, ഡിവൈസസിനോടുള്ള യൂസേജിനുള്ള ആക്സസിബിലിറ്റി, ആൻഡ് ന്യൂട്രീഷനോടുള്ള ആക്സസിബിലിറ്റി, ആൻഡ് അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് നമ്മൾ റെസ്പോണ്ടൻസ് അതിനൊക്കെ എന്താ ഇതിനൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥ, ഈ ഡിമാൻഡ്സിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതി, ഇതൊക്കെ ഈ ഒരു ക്രൈറ്റീരിയ എല്ലാം കൂടെ മുതലെടുത്തിട്ടാണ് നമുക്ക് എന്ത് പറ്റുമോ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുക. മെറ്റേണൽ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആക്സസ് ടു ഹെൽത്ത്, വിമൻ്റെ ആക്സസ് ടു ഹെൽത്ത് കെയർ നോക്കണം, കോൺട്രസെപ്റ്റീവ് മെത്തേഡിൻ്റെ ആക്സസിബിലിറ്റി, ന്യൂട്രീഷൻ, ആൻഡ് നമ്മുടെ ഇതിനെ എങ്ങനെ ഈ ഡിമാൻഡ്സിനോടൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന്, അതിൻ്റെ എഫിഷ്യൻസി എന്നുള്ളതൊക്കെയാണ്. അതാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റീസെൻറ്റ് സ്റ്റഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പിയർ റിവ്യൂഡ് ജേർണൽ PLOS ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് എന്ന ഒരു റിവ്യൂഡ് ജേർണലിൽ പബ്ലിഷ് ചെയ്തേക്കുന്ന അനുസരിച്ച് ഇറ്റ് കാസ്റ്റ് എ ഷാഡോ ആണ്. അതായത് നമുക്ക് ഭയങ്കര ലെസ് ഹോപ്പ്ഫുൾ ആയൊരു കാര്യമാണ് വന്നേക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ വിമൻ്റെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് കൺട്രിയിൽ എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടൊരു ഹോപ്പ്ഫുൾ ആയ ഒരു കാര്യമായിട്ട് കാണുന്നില്ല. മാത്രമല്ല ഇറ്റ് ക്വസ്റ്റ്യൻസ്, അത് ചോദ്യം ചെയ്യുകയാണ് ദ റിലയബിലിറ്റി ഓഫ് കൺട്രീസ് ഓൺ പീരിയോഡിക് എസ്റ്റിമേറ്റ്സ് ഓഫ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ഇന്ത്യയിലെ സ്ത്രീകളിലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ റിലയബിലിറ്റി, ഇന്ത്യയെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും, ഇന്ത്യൻ ഗവൺമെൻറ്റിനെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യവും ഇന്ത്യയോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും കൂടി ചെയ്യുകയാണ് ഈ പറയുന്ന ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത്, PLOS ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത്.
ലെറ്റ്സ് മൂവ്. അപ്പോൾ മോർട്ടാലിറ്റി റേറ്റ് റേഷ്യോ കേട്ടോ പറഞ്ഞത്. ഓർ MMR, അതിനാണ് നമ്മൾ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ ആണ്, റേറ്റ് അല്ല കേട്ടോ, റേഷ്യോ അതായത് അതെന്താ സാധനം? മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മദേഴ്സ് ഹു ഡൈ ഫ്രം കോംപ്ലിക്കേഷൻസ് ഇൻ പ്രഗ്നൻസി ഫോർ എവറി 1 lakh ലൈവ് ബർത്ത്. 1 ലക്ഷം പുതിയ ലൈവ് ബർത്ത് നടക്കുമ്പോൾ എത്ര അമ്മമാർ മരിക്കുന്നു എന്നുള്ള കൗണ്ട് എടുക്കുമ്പോഴാണ് നമുക്ക് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ കിട്ടുക. ഓരോ 1 lakh ബർത്തിലും, അതായത് ഒരു 1 lakh പിന്നെ വേറെ 1 lakh അങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു 1 lakh ബർത്തിലും എത്ര അമ്മമാർ മരിക്കുന്നു, എത്ര അമ്മമാർ മരിക്കുന്നു പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ കാരണം. അതാണ് നമ്മുടെ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. റിസർച്ചേഴ്സ് ഫ്രം ദ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസസ് triangulated data from outlined records of maternal deaths under the Health Management Information System with census data and the Sample Registration System SRS to provide the MMR for all states and districts of India. The analysis suggests that 70% of districts, 48 out of 640 districts in India, have reported MMR above 70 deaths, a target under the United Nations Sustainable Development Goals SDG. Many of the districts in southern India and Maharashtra have an MMR of less than 70. At the same time, അപ്പോൾ പറഞ്ഞു വരുന്നതാണെന്ന് വെച്ചാൽ റിസർച്ചേഴ്സ് എവിടെ നിന്നുള്ള റിസർച്ചേഴ്സ്? ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസസ്. അപ്പോൾ ജനസംഖ്യ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതിനെപ്പറ്റി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, പോപ്പുലേഷൻ സയൻസസിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ട്രയാങ്കുലേറ്റ് ചെയ്യുന്ന 3 ഡിവൈഡ് ചെയ്ത് തന്നെ അനലൈസ് ചെയ്യുന്നു. ട്രയാങ്കുലേറ്റ് ചെയ്ത് 3 ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ട്രയാങ്കിൾ ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന് ഡേറ്റ എടുത്ത് റൂട്ടീൻ റെക്കോർഡ്സ് എടുക്കുകയാണ് മെറ്റേണൽ ഡെത്തിനെ പറ്റി. അപ്പോൾ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബേസിസിൽ പിന്നെ സെൻസസ് ഡേറ്റ എടുക്കുന്നുണ്ട്. അതുപോലെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചിട്ട്, SRS ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് മെറ്റേണൽ റേറ്റിനെ പറ്റി അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചപ്പോൾ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കിട്ടി. അങ്ങനെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കിട്ടുന്നു എല്ലാ സ്റ്റേറ്റ്സിലും, ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്ട്സിലും. അങ്ങനെ ഇന്ത്യയിൽ മൊത്തത്തിൽ എടുത്തു അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി 70% ഓഫ് ഡിസ്ട്രിക്ട്സ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഡിസ്ട്രിക്ട്സിലെ 70% ഡിസ്ട്രിക്ട്സിലും 70% ഡിസ്ട്രിക്ട്സ്, സോ ഷെയിം അല്ല എന്ന് ആലോചിക്കുക. ബാക്കി 30% എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞൊരു എമൗണ്ട് ആണ്. 50% അല്ല, 70% ഓഫ് ഡിസ്ട്രിക്ട്സിലും ഇന്ത്യയിൽ 70 മരണത്തിന് മുകളിൽ നടക്കുന്നുണ്ട്. എബോവ് 70 ഡെത്ത്സ് നടക്കുന്നുണ്ട്. MMR റേഷ്യോ അനുസരിച്ച് 70 മരണം കൂടുതൽ നടക്കുന്നുണ്ട്. അതായത് മൊത്തത്തിൽ 640 ഡിസ്ട്രിക്ട്സിൽ 440 ഡിസ്ട്രിക്ട്സിലെ കണക്കെടുക്കുകയാണെങ്കിൽ അവിടെ 70%, അവിടെ അത്ര എടുക്കുമ്പോൾ തന്നെ 70% ഡെത്ത് ഇവിടെ നടക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടാർഗറ്റ് ആണ്. യുണൈറ്റഡ് നേഷന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ SDG ഓരോ തവണയും ഓരോന്നുണ്ടല്ലോ, ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഇതാണ്, ഓരോ ഗോളുകളുണ്ടല്ലോ യുണൈറ്റഡ് നേഷൻ. അതിൽ അതുകൊണ്ട് തന്നെയാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിന്റെ കാര്യം കുറയ്ക്കാന്നുള്ളത്. പക്ഷേ ഇവിടെ ഡെത്ത് കൂടുവാണ്, 70 ഡെത്ത് ഉണ്ട്. 70% ഓഫ് ഡിസ്ട്രിക്ട്സിലും കൂടുതലാണ്. അപ്പോൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കുറേ ഡിസ്ട്രിക്ട്സ് ഉണ്ട് സദേൺ ഇന്ത്യയിൽ. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ, നമ്മുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലും മഹാരാഷ്ട്രയിലെ ഡിസ്ട്രിക്ട്സിലും, സൗത്ത് ഇന്ത്യയിലെ മെനി ഓഫ് ദ എല്ലാ ഡിസ്ട്രിക്ട്സിലും മഹാരാഷ്ട്രയിലും കൂടെ വരികയാണെങ്കിൽ MMR റേഷ്യോ, അതായത് മോർട്ടാലിറ്റി റേഷ്യോ 70 താഴെയാണ്, ലെസ് ദാൻ 70 ആണ്. അത് ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള 70 താഴെ വരണം. ഇത് 70 അബോവ് എന്ന് പറയുമ്പോൾ അത് കൂടുതലാണ് അല്ലേ. സോ അതാണ് പ്രശ്നം. അറ്റ് ദ സെയിം ടൈം, അതേസമയം നോർത്ത് ഈസ്റ്റേൺ ആൻഡ് സെൻട്രൽ റീജിയൻസ് ഹാവ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്സ്, 12 and 6 districts respectively with an MMR less than 70. Significantly, it also demonstrates the presence of huge within-state inequalities even among the better performers: Karnataka, Tamil Nadu, Kerala, Andhra Pradesh, and Telangana. Similarly, heterogeneity was observed in other states as well. According to the SRS, 2016-18, only Assam, 215, has an MMR of more than 200, while in this district level assessment, the indications are that about 130 districts have reported above 200 MMR. ഒന്ന് ആലോചിച്ച് നോക്കിയ പിള്ളേരെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞനുസരിച്ച് വരുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ എടുത്തോളൂ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ, സെൻട്രൽ റീജിയൻ ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രിക്ട്സ് കുറവ്. അങ്ങനെ ഒരു കണക്കെടുക്കുമ്പോൾ അവർക്കും കുറവാണ്. പക്ഷെ നമ്മൾ മറ്റേ സൗത്ത് ഇന്ത്യൻ ഇതിലോട്ട് വരുന്ന ഡിസ്ട്രിക്ട്സ് കൂടുതലാണ്. അതനുസരിച്ചും അവർക്ക് 70 താഴെ എന്ന് പറയുമ്പോൾ മേന്മ എന്തായാലും സൗത്ത് ഇന്ത്യൻ ഡിസ്ട്രിക്ട്സ് ആണ്. ബി പ്രൗഡ് ഓഫ് അവർ ഡിസ്ട്രിക്ട്സ്. അപ്പോൾ എന്ത് പറഞ്ഞാലും സ്റ്റേറ്റ്സിലും. പക്ഷേ നോർത്ത് ഈസ്റ്റിൽ എടുക്കുവാണെങ്കിൽ 6 ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ 12 ഡിസ്ട്രിക്ട്സ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ അവർക്ക്. അപ്പോൾ അവിടെയാണെങ്കിലും MMR 70 താഴെയാണ്, ലെസ് ദാൻ 70 ആണ്. ദാറ്റ്സ് ഗ്രേറ്റ്, അതും കൊള്ളാം.
പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പോലും ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇനീക്വാളിറ്റീസ് കാണാൻ പറ്റും. ഈക്വൽ ആയിട്ടല്ല കൊടുക്കുന്നത്, എല്ലായിടത്തും ഈക്വൽ ആയിട്ട് കിടക്കുന്നില്ല. സ്റ്റേറ്റ് വൈഡ് ഇനീക്വാളിറ്റി നമുക്ക് വിത്തിൻ സ്റ്റേറ്റ് വൈഡ് അല്ല വിത്തിൻ സ്റ്റേറ്റ് ഇനീക്വാളിറ്റീസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് വലിയൊരു തെറ്റാണ്. കാരണം ചില ഡിസ്ട്രിക്ട്സിന് കിട്ടും, ചില ഡിസ്ട്രിക്ട്സിന് കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ അവിടെ സാരമായൊരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അതിപ്പോൾ കേരളയുടെ എടുത്തു, കർണാടക എടുത്തു, തമിഴ്നാട്, ഇവിടെയാണ് മെയിൻ ആയിട്ട് പറയുന്നത് ബെറ്റർ പെർഫോമൻസ് പറയുന്നത് കേട്ടോ. കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ളതിൽ നിന്ന് വിത്തിൻ സ്റ്റേറ്റ്, ഇപ്പോൾ കേരളത്തിനെ ഞാൻ എടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ പല ഡിസ്ട്രിക്ട്സിലും പല എടുത്ത് വീഴ്ചകളുണ്ട്, ഇനീക്വാളിറ്റീസ് കാണാൻ പറ്റും. അതെല്ലായിടത്തും ഉണ്ടല്ലേ, അത് കുറയ്ക്കണം, ആ ഗ്യാപ്പും കുറയ്ക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം. സിമിലർ ഹെറ്ററോജനിറ്റി, ഇതുപോലെ ഡൈവേഴ്സ് ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റും, മറ്റ് സ്റ്റേറ്റുകളും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അസംബ്ലി എടുക്കുമെന്ന് വിചാരിച്ചു, അസംബ്ലി 215 കേട്ടോ, 215 ആകെ അസംബ്ലി എടുക്കുവാണെങ്കിൽ നമ്മുടെ എത്ര ഇതുണ്ട്, SRS എന്ന് പറയുമ്പോൾ ലെറ്റ്സ് സീ സാമ്പിൾ റിസർവേഷൻ സിസ്റ്റം, സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം എടുക്കുവാണെങ്കിൽ എടുത്തതാകെ 215. അതിൽ 215 ആകെ എടുത്തുള്ളൂ സാമ്പിൾസ്, അതിൽ മോർ ദാൻ 200 മരണം ഉണ്ട്. സാമ്പിൾസ് എടുത്ത് 215 മോർ ദാൻ 200 മരണം തന്നെ ഉണ്ട്. ഡിസ്ട്രിക്ട് ലെവൽ അസസ്മെന്റ് ഏറ്റവും കൂടുതൽ. അതുപോലെ നമ്മൾ എടുക്കുവാണെങ്കിൽ 130 ഡിസ്ട്രിക്ട്സ് എടുത്തു, മൊത്തത്തിലെടുത്ത ഡിസ്ട്രിക്ട് കണക്കുകൾ എടുക്കുവാണെങ്കിൽ 130 ഡിസ്ട്രിക്ട്സിൽ എബൌട്ട് 200 ആണ്, 200-ൽ കൂടുതൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ ഉണ്ടെന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സോ ഹൈ എ നമ്പർ കേട്ടോ. അതാണ് പ്രശ്നം. ലെറ്റ്സ് സീ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്. ഇറ്റ് ഈസ് ഐറോണിക് ദാറ്റ്, ഐറോണിക്, അയ്യോ ഞാൻ എഴുതാൻ മറന്നു. ഐറോണിക് എന്താണെന്നറിയാലോ, വൈരുദ്ധ്യം, പാരഡോക്സിക്കൽ ആണ്. എന്ത് വൈരുദ്ധ്യമാണ് ഇവിടെ കാണുന്നത് നോക്കി. വാട്ട് എ വൈഡ് ഡിഫറൻസ്, അതായത് ഐറോണിക്കൽ മീൻസ് വാട്ട് എ വൈഡ് ഡിഫറൻസ്. ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ ഇവിടുത്തെ ഈ അവസ്ഥ നോക്കുമ്പോൾ എങ്ങനെ ഇതിങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കില്ലേ, അതിനെയാണ് ഐറോണിക് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഐറോണിക് എന്ന് പറഞ്ഞാൽ പാരഡോക്സിക്കൽ. ലെറ്റ്സ് സീ, അത് ഞാൻ എഴുതി തരാട്ടോ, നമുക്ക് നോട്ട് തന്നേക്കാമേ. Ironical that the nation plans to celebrate its 75th anniversary of independence grandly. വളരെ ഗ്രാൻഡ് ആയിട്ട് 75ാമത്തെ ആനിവേഴ്സറി, ഇൻഡിപെൻഡൻസിന്റെ ആനിവേഴ്സറി നമ്മൾ ഈ ഓഗസ്റ്റ് 15-ാം തീയതി ആഘോഷിക്കാൻ പോകുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിന്റെ ഇത് കാണുന്നത്. ഇത്രയും റേറ്റ് കാണുമ്പോൾ ദാറ്റ് ഇസ് സോ ഷെയിംഫുൾ എന്ന് പറയുന്നത്. സോ മെനി ഡിസ്ട്രിക്ട് സ്റ്റിൽ ഷോ എ വെരി ഹൈ MMR, ക്ലിയർലി ഇൻഡിക്കേറ്റീവ് ഓഫ് ദി ഇനാഡിക്വസി ഓഫ് റെസ്പോൺസിവ്നെസ് ഓഫ് ഹെൽത്ത് സിസ്റ്റംസ്. അപ്പോൾ 75ാമത്തെ നമ്മൾ പറഞ്ഞു 75ാമത്തെ ആനിവേഴ്സറി ആണ് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ. അത് അതും ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയാണ്. BJPക്ക് വളരെ സന്തോഷത്തിലാണ് ഭരണ പാർട്ടി, കാരണം ആ സമയത്ത് ഡബിൾ ബൊണാൻസ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ മുർമു വരുന്നുണ്ടല്ലോ, പ്രസിഡൻസിയിലോട്ട് വരുന്നു എന്നുള്ളതൊക്കെ വലിയൊരു കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ റെസ്പോൺസിവ്നെസിന്റെ ഇനാഡിക്വസി ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. റെസ്പോൺസിവ്നെസ് ഉണ്ടോ? ഇല്ല. അവിടെ ഇനാഡിക്വസി ആണ് ഉള്ളത്, സ്കേഴ്സിറ്റിയാ. നന്നായിട്ട് പോസിറ്റീവായിട്ട് ക്വിക്കായിട്ട് റെസ്പോൺസ് കൊടുക്കുന്നുണ്ടോ ഹെൽത്ത് സിസ്റ്റംസ്? നോപ്പ്. അതിനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ബട്ട് ദാറ്റ് ഇസ് not the only reason. അത് മാത്രമല്ല റീസൺ. പക്ഷേ there is adequate proof that improvement in access to contraceptives, antenatal care, post-delivery health care, body mass index, and the economic status, besides a concerted reduction of higher order births in higher ages, will help reduce MMR. The message during this milestone anniversary year is two-pronged. Improve overall care for women and keep real-time track of such crucial health data. Immediate action is required to meet the SDG goal regarding MMR. Ultimately, it is more than about just the numbers. There are people, mothers and infants, and their families behind these numbers who will benefit. നോക്കാം. അപ്പോൾ നമ്മൾ വെറും നമ്പറായിട്ട് ഇതിനെ കാണാം. നമ്മളിപ്പോൾ ജയിലിലൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്പർ തരുന്നത്, പേര് തരില്ലല്ലോ. അതുപോലെ വെറും നമ്പറായിട്ട് ഇതിനെ കണക്കാക്കരുത്. ഡേറ്റ അല്ല, ഇത് വെറും നമ്പർ അല്ല. ദേ ആർ ഇൻഫൻസ് ആൻഡ് പീപ്പിൾ വി ആർ ടോക്കിംഗ് അബൌട്ട് അല്ലേ. വി ടോക്കിംഗ് അബൌട്ട് മദേഴ്സ് ആൻഡ് ഇൻഫൻസ്. അപ്പം അവിടെയാണ് മരണത്തെ പറ്റി നമ്മൾ പറയുന്നത്. നോക്കാം. അപ്പോൾ ശരിക്കും ആഡിക്വേറ്റ് പ്രൂഫ് ഉണ്ട് നമുക്ക്. ഇത് മാത്രമാണ് പറയുന്നത്. ഇന്ത്യയിൽ 75ാമത്തെ ആനിവേഴ്സറി എന്ന് പറയുന്നതിനല്ല, ഇവിടെ ആഡിക്വേറ്റ് ആവശ്യത്തിന് പ്രൂഫ് നമുക്കുണ്ട്. ദാറ്റ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ ആക്സസ്, നമ്മുടെ ആക്സസിബിലിറ്റി കൂട്ടണം. എന്തിനാ? കോൺട്രസെപ്റ്റീവ്സിന്റെ ഉപയോഗത്തിന്. നോക്കണേ, കോൺട്രസെപ്റ്റീവ്സ് പറഞ്ഞില്ലേ, അത് നമ്മൾ പ്രഗ്നന്റ് ആവാതിരിക്കാൻ കോൺട്രസെപ്റ്റീവ്സ് ഉപയോഗിക്കില്ലേ, ദാറ്റ് ഇസ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. ആന്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സമയം മുതൽ സ്ത്രീക്ക്, അതായത് കൊച്ചിന്റെ ബേർത്തിന് മുമ്പ് അല്ലെ, ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഉള്ള ആ സ്ത്രീക്ക്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് സ്ത്രീക്ക് വേണ്ട കെയർ ആന്റിനേറ്റൽ കെയർ. പോസ്റ്റ് ഡെലിവറി ഹെൽത്ത് കെയർ. ആന്റിനേറ്റൽ കുട്ടി ജനിക്കുന്നതിന് മുമ്പുള്ള പ്രഗ്നൻസി പീരീഡിലുള്ള കെയർ. പോസ്റ്റ് ഡെലിവറി കെയർ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ അതിനുശേഷമുള്ള കെയർ അല്ലെ, ഗർഭിണിയായിട്ടല്ല, കുട്ടി ജനിച്ചതിന് ശേഷമുള്ള കെയർ. ബോഡി മാസ് ഇൻഡെക്സ് ആൻഡ് ഇക്കണോമിക് സ്റ്റേറ്റസ്
ഓരോരുത്തരുടെ ഇക്കണോമിക് സ്റ്റേറ്റസ്. ആൻഡ് ബിസൈഡ്സ് എ കൺസേർട്ടഡ്, അതുപോലെ തന്നെ ഒരു യുണൈറ്റഡ് റിഡക്ഷൻ ഇൻ ദ ഹയർ ഓർഡർ ബർത്ത്. ഈ പറയുന്ന നമ്മുടെ ഒരു പ്രശ്നം, ഹയർ ഓർഡർ ഭയങ്കര ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ട. ഹയർ ഓർഡർ എന്ന് പറഞ്ഞാൽ ലോജിക്കാലിറ്റി, നല്ല ഹൈ ലെവൽ ലോജിക്കലിറ്റി വേണം ബർത്തിന്റെ കാര്യത്തിൽ. റിഡക്ഷൻ വേണം, ബർത്തിന്റെ റിഡക്ഷൻ വേണം. എന്തിനാ കുറേ അല്ലേ, കുറേ നമ്മുടെ നാട്ടിലുള്ള കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ ഉണ്ട്. ചില നാട്ടിലൊക്കെ ഒരുപാട് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ ഉണ്ട്, ചില നാടുകളിലൊക്കെ. അതും കുറയ്ക്കണം. എന്തിനാ ബർത്ത് ഒരുപാട് കുട്ടികളെ പ്രസവിച്ചിടുന്ന ഒരു മെഷീൻ ഒന്നുമല്ല സ്ത്രീകൾ. ലിറ്ററലി ലെറ്റ് മീ ടോക്ക് അബൌട്ട് ദാറ്റ്. അല്ല, അപ്പൊ അതും കുറയ്ക്കണം, അത് കുറയ്ക്കാം. പിന്നെ ബർത്ത് ഇൻ ഹയർ ഏജസ് അല്ലേ, അതൊക്കെ അതെല്ലാം വിൽ ഹെൽപ്പ് റെഡ്യൂസ് MMR. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, കോൺട്രസെപ്റ്റീവ്സിന്റെ യൂസേജ് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം? കോൺട്രസെപ്റ്റീവ്സ് ഉപയോഗിക്കാം. അപ്പോൾ സ്ത്രീകൾക്ക് എന്താ ഉറപ്പ് വരുത്തുന്നുണ്ട്? ആഡിക്വേറ്റ് പ്രൂഫ് കൊണ്ട് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. എന്തുകൊണ്ട്? കോൺട്രസെപ്റ്റീവ്സ് ഉപയോഗിച്ചെങ്കിൽ, ആന്റിനേറ്റൽ കെയർ ഉണ്ടെങ്കിൽ, പോസ്റ്റ് ഡെലിവറി കെയർ ഉണ്ടെങ്കിൽ, ബോഡി മാസ് ഇൻഡെക്സിന്റെ കാര്യം നോക്കുക, ഇക്കണോമിക് സ്റ്റേറ്റസ് നോക്കുക, അതുപോലെ തന്നെ കൺസേർട്ട് റിഡക്ഷൻ ഓഫ് ഹയർ ഓർഡർ ബർത്ത്, അതിനെ കുറയ്ക്കുക. ഒരുപാട് ബർത്ത് കുറവ് വേണ്ട. മാത്രമല്ല ഹയർ ഏജസിൽ കുറച്ചൊരു സ്ത്രീകൾ തീരെ ചെറുപ്പത്തിൽ തീരെ കുട്ടികളാകുമ്പോഴേ കല്യാണം കഴിച്ചു വിടുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ, ഗേൾസ് ആയിരിക്കുമ്പോൾ, ഇറ്റ്സ് നോട്ട് വെൻ ദർ ഗേൾസ് ദേ ബിക്കം എ മദർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. അത് നല്ല കാര്യമല്ല. അവർ ബുദ്ധിപരമായിട്ടും ലോജിക്കലായിട്ട് വളരണം, പ്രൊഫഷണലായിട്ടും വളരണം, അത്യാവശ്യം ജോലി ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് തന്നെ കല്യാണം കഴിക്കുക, എന്നിട്ട് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള ഇക്കണോമിക് സ്റ്റേറ്റസ് ഉണ്ട്, കുട്ടികളെ നോക്കാനുള്ള, അവരുടെ ബോഡി നോക്കാനുള്ള സ്റ്റേറ്റസ് ഉണ്ട്. അപ്പോൾ ബർത്തും ഹയർ ഏജസിലാവുകയാണെങ്കിൽ നമുക്ക് MMR റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ തിങ്സ്. അല്ലാതെ അതിപ്പോൾ നമുക്ക് പച്ചയായിട്ട് തുറന്ന് പറയാനേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളിതിനെ നമ്മുടെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷനെ പൊക്കി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ മരണം പിന്നെ സംഭവിച്ചിട്ടുണ്ട്. കുട്ടികൾ മരിക്കും, അമ്മമാർ മരിക്കും. വി വിൽ ബി സീയിങ് പീപ്പിൾ ഡൈയിങ്. കോവിഡ് കൊണ്ട് മാത്രമല്ല ആൾക്കാർ ഈ ലോകത്ത് മരിക്കുന്നത്, ഇതുകൊണ്ട് മരിക്കുന്നത്. നമ്മൾ കാണുന്നത് മാത്രമേ ഉള്ളൂ. കോവിഡ് ആണ് പ്രശ്നം ആണോ? അല്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലെ കസ്റ്റംസ് പ്രശ്നമാണ്, ട്രഡീഷൻസ് പ്രശ്നമാണ്. അപ്പോൾ ഈ മെസ്സേജ് ശരിക്കും പറഞ്ഞാൽ ഈ ആനിവേഴ്സറിയിൽ നമുക്കൊരു മൈൽ സ്റ്റോൺ ആണ്, ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അത് 2 pronged ആണ്. 2 കുത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അതിന്. എന്ത് കുത്താ? ഒന്ന് ഇസ് ഇംപ്രൂവ് ഓവറോൾ കെയർ ഫോർ വിമൻ. ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് ഓർക്കുക, വിമന്റെ കെയർ കൂട്ടേണ്ട സമയമായിട്ടുണ്ട്, ഓവറോൾ കെയർ കൂട്ടേണ്ട സമയമായിട്ടുണ്ട്. മാത്രമല്ല റിയൽ ടൈം ട്രാക്ക് വേണം. ഇതിന് വല്ലപ്പോഴും ഒരു ഡേറ്റ് അനാലിസിസ് അല്ല. ഇപ്പോൾ ഇന്നൊരു ഡേറ്റ് എടുത്തു, ഇനി 10 വർഷം കഴിയുമ്പോൾ ഒരു ഡേറ്റ് എടുക്കാം, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ക്രൂഷ്യലായിട്ട് ഹെൽത്ത് ഡേറ്റ് എടുത്ത് നോക്കണം. എന്നാലേ മനസ്സിലാവുള്ളൂ ഇവിടുത്തെ എന്താണ് ശരിക്കും, വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക. അതുപോലെ നമ്മൾ നമ്പറിനെ പറ്റിയുള്ള സംസാരിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു, ദേ ആർ പീപ്പിൾ. നമ്മൾ സംസാരിക്കുന്ന മനുഷ്യരുടെ മരണത്തെ പറ്റിയാണ്, മദേഴ്സ് ആൻഡ് ഇൻഫൻസിന്റെ മരണത്തെ പറ്റിയാണ്, അവരുടെ കുട്ടികളെ പറ്റിയാണ്, അവരുടെ ഫാമിലിയെ പറ്റിയാണ് ഓർത്തു വെക്കുക. സോ നമ്മളെല്ലാവരും നമ്മൾ ഓരോരുത്തരെയും പറ്റിയാണ് സംസാരിക്കുന്നത്. സോ ഇതിന് മുമ്പിൽ ഒരുപാട്, അപ്പോൾ ഒന്ന് ആലോചിച്ച്, ബിഹൈൻഡ് ദീസ് നമ്പേഴ്സ് ഹൂ വിൽ ബെനിഫിറ്റ് ഫ്രം സച്ച് ആൻ urgent and intense action on reducing imminently preventable deaths. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ നമ്മൾ നേരത്തെ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് അമ്മമാർ രക്ഷപ്പെടും, ഒരുപാട് കുഞ്ഞുങ്ങൾ ഇൻഫൻസ് രക്ഷപ്പെടും, അവരുടെ ഫാമിലി രക്ഷപ്പെടും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അർജന്റ് ആക്ഷൻ, നമ്മുടെ ഇന്റൻസ് ആക്ഷൻ, നമ്മുടെ പാഷനറ്റ് ആക്ഷൻ ഉണ്ടെങ്കിൽ ഇത് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ ശരിക്കും ഗ്രേറ്റ്ലി റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരുപാട് ഡെത്തുകൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അനാലിറ്റിക്കൽ ആർട്ടിക്കിൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ ഇറ്റ്സ് ടൈം പീപ്പിൾ, നമ്മൾ തോട്ട് പ്രൊവോക്കിംഗ് ആണ്, ഇറ്റ്സ് ക്രിട്ടിക്കൽ ആസ് വെൽ അല്ലേ. ഇറ്റ് ക്രിട്ടിസൈസസ് ദ ഗവൺമെന്റ് ആൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റം. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു ക്രിട്ടിക്കൽ ആർട്ടിക്കിൾ കൂടിയാണെന്ന് പറയാൻ പറ്റും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ആർട്ടിക്കിൾ ക്ലിയർ അല്ലേ? ക്ലിയർ ആയെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോളൂ. ഐ ഹോപ്പ് ക്ലിയർ ആണ്, സിമ്പിൾ ആണ് സംഭവം എന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. പ്രൊലോങ്ഡ് പോക്ഡ് ആണ്, കുത്തുക, ദാറ്റ്സ് ഇറ്റ്. Men whose nature makes an adverse nature. ഓക്കെ, അത് കൊള്ളാം. ഇങ്ങനെയാണോ ആക്കാനുള്ള കാരണം? അതാണോ? റെഡ് പ്രിൻസ് നീ കൊള്ളാം, അഖിൽ കൊള്ളാം, അടിപൊളി. അപ്പോൾ പിടിച്ചോ, ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ. ഇന്നലെ ഞാൻ തന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ തന്ന ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? പെർഹാപ്സ് one reason why politicians are showering voters with doles is the disconnect with overall economic growth and job selection. As clear as crystal. Great. അത് കൊള്ളാം. Perhaps ഒന്ന് ഓർക്കണം, perhaps ചിലപ്പോൾ one reason why politicians are showering voters with doles സഹായം അല്ലെ, ഹെൽപ്പ് അല്ലെ, is the disconnect with overall economic growth and job creation. ഇവിടെ ഏതായിരുന്നു ക്വസ്റ്റ്യൻ ആൻസർ? അറിയാമോ ഏതായിരുന്നു ആൻസർ? വേഗം പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ.
ആൻസർ എന്താ? ഹായ് അമൽ. അമൽ കുറേ നാളായാലും ഇപ്പോൾ കണ്ടിട്ട്. ഇപ്പം നിന്നെ കുറേ ആയാലും എഡിറ്റോറിയൽ കണ്ടിട്ട് അമൽ. ഹായ്. സത്യം. ഇപ്പം നീ കുറച്ച് ഇംഗ്ലീഷ് ക്ലാസ്സിൽ വന്നിട്ട്. ശരിയാ ഗുരുദാസ്, അത് കറക്റ്റാ. എന്നാലും നിന്നോട് പറഞ്ഞില്ലേ, സ്ഥിരമായിട്ട് വരിക, എന്നാലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മാറിപ്പോവും, മൊത്തം കൺഫ്യൂഷൻ ആവും കേട്ടോ. യെസ്. അപ്പോൾ ഓർത്തെ, പെർഹാപ്സ് വൺ റീസൺ വൈ പൊളിറ്റീഷ്യൻസ് ആർ ഷവറിംഗ് വോട്ടേഴ്സ് വിത്ത് ഡോൾസ് ഈസ് എ ഡിസ്കണക്ട് വിത്ത് ആണോ? ഡിസ്കണക്ട് എന്ന് പറയുമ്പോൾ തന്നെ നോക്കിയേ, ഡിസ്കണക്ട് വിത്ത് ആണോ? ഡിസ്കണക്ട് ബിറ്റ്വീൻ, ഡിസ്കണക്ഷൻ ബിറ്റ്വീൻ, വിത്ത് അല്ല, വിത്ത് അതിനൂടെ കൂടിച്ചേർന്ന് വരുന്നതാണ്, കൂടിച്ചേരുക. ഡിസ്കണക്ട് എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറൻസ് ആണ് അത് തമ്മിലുള്ള, അല്ലേ? ഡിസ്കണക്ട് വിത്ത് അല്ല, ഡിസ്കണക്ട് ബിറ്റ്വീൻ ഓവറോൾ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ജോബ് ക്രിയേഷൻ. ഇതാണ് ആൻസർ. ഓർത്തോളെ, ആൻസർ വളരെ ഇതാണ് കേട്ടോ, ഓർത്തോളാം. സിമ്പിൾ ആൻസർ ആണ്. ആൻഡ് ദിസ് ക്വസ്റ്റൻ ഫോർ ടുഡേ, ഇത് നോക്കാം. വിത്ത് എ ന്യൂ ഗവൺമെന്റ് ഇൻ ശ്രീലങ്ക, ഇന്ത്യ മസ്റ്റ് റിവ്യൂ ഇറ്റ്സ് ഓപ്ഷൻസ് ഇൻ എക്സ്റ്റെൻഡ് മോർ ഹെൽപ്പ്. ഓക്കെ, നോക്കുക. വിത്ത് എ ന്യൂ ഗവൺമെന്റ് ഇൻ ശ്രീലങ്ക, ഇന്ത്യ മസ്റ്റ് റിവ്യൂ ഇറ്റ്സ് ഓപ്ഷൻസ് ഇൻ എക്സ്റ്റെൻഡ് മോർ ഹെൽപ്പ്. നോക്കുക ആൻസർ, എന്നിട്ട് എനിക്ക് കോമെന്റ് സെക്ഷൻ തരാൻ മറക്കണ്ട. ടേക്ക് എ സ്ക്രീൻഷോട്ട്. അപ്പോൾ നമ്മുടെ 10th ലെവൽ മെയിൻസിന്റെ ക്ലാസ്സുകൾ ഈ വരുന്ന ജൂലൈ 27 സ്റ്റാർട്ട് ചെയ്യാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം ചടപടയെന്ന് ജോയിൻ ചെയ്യുക ക്ലാസ്സിൽ. അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ 60 days ക്രാഷ് കോഴ്സ്, നമുക്കറിയാം 2 മാസത്തിന് എക്സാം ഉള്ളൂ. ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 22 സമയമില്ല. അപ്പോൾ വേഗം ജോയിൻ ചെയ്യുക, എല്ലാവരും ചടപടയെന്ന് ജോയിൻ ചെയ്യാം. അതുപോലെ ഇതിന്റെ മോക്ക് ടെസ്റ്റിന്റെ ക്ലാസ്സുമായിട്ട് ഞാൻ ദേവസ്വം ബോർഡിന്റെ മോക്ക് ടെസ്റ്റ് ഒരു ക്ലാസ്സുമായിട്ട്, ഫസ്റ്റ് മോക്ക് ടെസ്റ്റുമായിട്ട് നമ്മൾ 3 മണിക്ക് വരുന്നുണ്ട്. See you at 3 people. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ Y314 കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവറി വൺ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകണ്ട. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കോമെന്റ് സെക്ഷനിൽ ആൻസേഴ്സ് തരാം, സജഷൻസ് ഉണ്ടെങ്കിൽ തരാം. ഓൾവേസ് വെൽക്കം. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കാം. സ്റ്റേ സേഫ് ആൻഡ് ഹെൽതി. ഞാൻ പിന്നെയും പറയുകയാണ്, സ്റ്റേ സേഫ് ആൻഡ് ഹെൽതി, ഹാപ്പി ആയിട്ടിരിക്കുക. See you at 3. Bye bye. Take care.